പ്രൈസ് ദ ലോർഡ്. അരോമ ടിവിയിൽ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതമായ ഒരു സാക്ഷ്യവുമായിട്ട് നിങ്ങളോടൊപ്പം ഇന്ന് കടന്നു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ ഞങ്ങളെ ശ്രവിക്കുകയും നിങ്ങളുടെ നല്ല അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതത് സമയങ്ങളിൽ ഞങ്ങളെ അറിയിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഓർത്ത് നന്ദി പറയുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിന് ഇക്കാലയളവിൽ ഏറെ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അഭിഷിക്തനെയാണ് ഇന്ന് നിങ്ങളോടൊപ്പം പരിചയപ്പെടുത്തുവാൻ തക്കണം അരോമ ടി വിയിൽ കടന്നു വന്നിരിക്കുന്നത് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ അലി ഫിലിപ്പ്. കഴിഞ്ഞ ദീർഘവർഷങ്ങൾക്ക് മുൻപ് അലി മുഹമ്മദ് എന്ന വ്യക്തി ഇന്ന് അലി ഫിലിപ്പ് ആയത് എങ്ങനെയാണെന്നാണ് നമ്മൾ കേൾക്കുവാൻ പോകുന്നത്. കർത്താവിന്റെ ദാസൻ അലി ഫിലിപ്പ് അവറുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ് പാസ്റ്ററെ. ഓക്കെ. കർത്താവിന്റെ ദാസനെ അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നൊന്ന് പറയാമോ? ഞാൻ തൃശ്ശൂരാണ് താമസിക്കുന്നത്. തൃശ്ശൂരിൽ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. എനിക്ക് ഭാര്യ, ഒരു മോന് ഉണ്ട്. മോനെ നഴ്സിംഗിന് പഠിക്കുന്നു. ഭാര്യ സ്കൂളിൽ വർക്ക് ചെയ്യും, പ്രൈവറ്റ് സ്കൂളിൽ വർക്ക് ചെയ്യുന്നു. ഓക്കെ. ദേവദാസിന്റെ കുടുംബത്തെ പരിചയപ്പെടുത്തി വളരെ സന്തോഷമുണ്ട്. ആകട്ടെ, മുന്നോട്ട് പോകുന്നതിന് മുൻപേ ദേവദാസിന്റെ മാതാപിതാക്കന്മാരെ, സഹോദരങ്ങളെ കുറിച്ചും ബാല്യകാല സ്മരണകളും ഒക്കെ ഒന്ന് പറയാമോ? ഞങ്ങൾ 10 മക്കളാണ്. 5 പെണ്ണും 5 ആണും. അതിൽ ചില വ്യക്തികള് ഗൾഫിൽ വർക്ക് ചെയ്യുന്നു. മാതാവ് എനിക്ക് 4 വയസ്സുള്ളപ്പോൾ മരിച്ചു. പിതാവ് അവരെ 8 വർഷം മുമ്പ് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു. 2 കൂട്ടത്തിലെ മക്കളാണ് ഞങ്ങൾ. 2 മക്കള്. രണ്ടാമത് പിതാവ് വിവാഹം കഴിച്ചതില് 8 മക്കള്. അങ്ങനെ ഞങ്ങൾ 10 മക്കളടങ്ങുന്ന കുടുംബമാണ്. എന്നോട് അത്ര സ്നേഹം ഇല്ല കുടുംബത്തിലുള്ള, ഞാനിങ്ങനെ വിശ്വാസത്തിൽ വന്നതുകൊണ്ട്. ഓക്കെ. അപ്പൊ 10 പേരില് എത്രാമത്തെ സ്ഥാനമാണ് പാസ്റ്റർക്കുള്ളത്? ഞാൻ 1-ാം സ്ഥാനത്താണ്. ഓക്കെ. ഏറ്റവും മൂത്ത മകനാണ്. ഏറ്റവും മൂത്ത മകനാണ്. രണ്ടാമത് എനിക്ക് നേരെ താഴെയുള്ളത് ഒരു പെണ്ണാണ്. അവൾ കല്യാണം കഴിച്ചു. അവള് മലപ്പുറത്ത് തന്നെയാണ് താമസിക്കുന്നത്. ഒരു നല്ലൊരു കുടുംബത്തിലാണ് അവളെ കല്യാണം കഴിച്ചു വിട്ടത്. ഞങ്ങൾ അല്പം ഒരു സാമ്പത്തിക ഭദ്രതയുള്ളതായ ഒരു കുടുംബത്തിലാണ് അങ്ങനെ ജനിച്ച് വളർത്തപ്പെടാനൊക്കെ ആയിട്ട് ഇടയായി തീർന്നത്. സ്വദേശം എവിടെയാണെന്നൊന്ന് പറയാമോ? സ്വദേശം മലപ്പുറം കോട്ടക്കൽ എന്ന് പറഞ്ഞ സ്ഥലം. ഓക്കെ. ആകട്ടെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പശ്ചാത്തലം ഉണ്ടെന്ന് അറിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. എന്നാൽ അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു അനുഭവത്തിലേക്ക് വരുവാനിടയായി തീർന്ന പ്രിയ അലി ഫിലിപ്പ്, കർത്താവിന്റെ ദാസനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്തു. എങ്ങനെയാണ് കർത്താവായ യേശുവിനെ കണ്ടുമുട്ടാനിടയായി തീർന്നത്? അതുപോലെ ബാല്യകാല സ്മരണകള്, അതുപോലെ വിദ്യാഭ്യാസ കാലയളവിനെ കുറിച്ച് അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കാൻ ദൈവദാസൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തുടർമാനമായിട്ട് സംസാരിക്കാം. ഓക്കെ. മലപ്പുറം ജില്ലയിലെ ഒരു യാഥാസ്ഥിക മുസ്ലിം കുടുംബത്തിലാണ് ഞാൻ ജനിച്ച് വളർത്തപ്പെടാനായിട്ട് ഇടയായി തീർന്നത്. ചെറുപ്രായം മുതൽ തന്നെ മതത്തിന്റെ ആചാര അനുഷ്ഠാനങ്ങൾക്ക് കീഴ്പ്പെട്ട് മദ്രസയിൽ പഠിക്കുന്നതിനും 5 പ്രാവശ്യത്തെ നമസ്കാരം കൃത്യനിഷ്ഠതയോടെ തന്നെ ആചരിച്ച് അനുഷ്ഠിച്ച് പോരുന്നതായ ഒരു സാഹചര്യം എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. 4-ാമത്തെ വയസ്സിൽ എൻ്റെ മാതാവ് ഈ ലോകത്തിൽ നിന്ന് മരണം വഴിയായിട്ട് കടന്നു പോയതോടുകൂടെയാണ് പിന്നീട് എൻ്റെ കഷ്ടകാലം ആരംഭിക്കുന്നത്. അധികം താമസിയാതെ പിതാവ് പുനർവിവാഹം ചെയ്തു. 2ാനമ്മയിൽ ഒരു കുഞ്ഞ് ജനിക്കുന്നത് വരെ ജീവിതത്തിൽ വലിയൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ 2ാനമ്മയിൽ ഒരു കുഞ്ഞ് ജനിച്ചതോടുകൂടെ എന്നെ ഏതെങ്കിലും രീതിയിൽ വീട്ടിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളതായിരുന്നു 2ാനമ്മയുടെ ഏക ലക്ഷ്യം എന്ന് പറയുന്നത്. എന്നെ പുറത്താക്കി കഴിഞ്ഞാൽ, എൻ്റെ ഉമ്മ മരിച്ച് തൊട്ടടുത്ത ദിവസം തന്നെ, ഞങ്ങൾ 2 മക്കളാണ് എൻ്റെ ഉമ്മയ്ക്ക്. പെങ്ങളെ
അമ്മാവന്മാര്, ഞങ്ങൾ 4 അമ്മാവന്മാരുണ്ട്, ഉമ്മയുടെ ഉമ്മ, അവരും കൂടെ ചേർന്ന് പെങ്ങളെ അവരുടെ വീട്ടിലോട്ടാണ് കൊണ്ടുപോയി, പെങ്ങൾക്ക് പകരമായിട്ട്. അപ്പൊ ഞാൻ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് പോയാൽ രണ്ടാനമ്മയ്ക്കും മക്കൾക്കും സുഖമായിട്ട് ജീവിക്കാൻ എത്രമാത്രം സാമ്പത്തികമായ നല്ലൊരു ഭദ്രതയുള്ളതായ ഒരു ഫാമിലി ആയിരുന്നു. അതിനോട് ചേർന്ന് തന്നെ പല ബിസിനസ്സും പിതാവിനുണ്ടായിരുന്നു. പലചരക്ക് കട, ഹോട്ടല്, ചുക്ക്, കുരുമുളക്, റബ്ബർ കട, അതുപോലെ തന്നെ മറ്റുള്ള പല ബിസിനസ്സുകളും ഉണ്ടായിരുന്നു. അപ്പോ എന്നെ ഏതെങ്കിലും രീതിയിൽ നിന്ന് പുറത്താക്കിയാൽ രണ്ടാനമ്മയ്ക്കും മക്കൾക്കും നല്ല സുഖ സൗകര്യത്തോടു കൂടെ തന്നെ ജീവിക്കാം എന്നുള്ള രീതിയിൽ എന്നെ പീഡിപ്പിക്കാനൊക്കെ ആയിട്ട് തുടങ്ങി. ഏതെങ്കിലും രീതിയിൽ എൻ്റെ പിതാവ് ഒരു മുൻകോപി കൂടിയൊക്കെ ആയിരുന്നു. അങ്ങനെ രാവിലെ കട അടച്ചു വരുമ്പോൾ, കട തുറന്ന് വൈകിട്ട് കടയടച്ചു വരുമ്പോൾ വളരെ കോപത്തോടെ, അല്ലെങ്കിൽ രാവിലെ മുതലുള്ളതായ ടെൻഷൻ. അപ്പൊ ഈ രണ്ടാനമ്മ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും എന്നെ കുറിച്ച് വേണ്ടാത്തതായ കാര്യങ്ങളും. അപ്പൊ ഇതെല്ലാം കൂടെ ദേഷ്യപ്പെട്ട് പിന്നീടുള്ള പ്രയോഗം എൻ്റെ മേലായിരിക്കും. കാണാൻ നീളമുള്ളതായ നല്ല വിറകിന്റെ കഷ്ടം തന്നെ പിതാവ് കാണത്തക്ക രീതിയിൽ രണ്ടാനമ്മ എടുത്തിടും. പിന്നെ ആ പ്രയോഗിക്കുന്ന അവിടെയായിരിക്കും. അപ്പൊ ചെറുപ്രായത്തിൽ തന്നെ വലിയ കഷ്ടപ്പാടിലൂടെ, പീഡനങ്ങളിലൂടെ ഒക്കെയാണ് വളർന്നു വന്നത്. ഈ പീഡനം വാസ്തവത്തിൽ സഹിക്കാൻ ചെറിയൊരു കൊച്ച് ആകുമ്പോൾ എത്രമാത്രം പീഡനങ്ങളൊക്കെ നമുക്ക് സഹിക്കാനൊക്കെ ആയിട്ട് പറ്റും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ കൂട്ടുകാർ പറഞ്ഞു, അലി, നീ വലിയ കഷ്ടപ്പാടിലൂടെയൊക്കെ പോവുകയാണെന്നൊക്കെ ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യ, നീ ഈ പീഡനങ്ങളൊക്കെ സഹിക്കാൻ നല്ല മരുന്നുണ്ട്, അത് നിനക്ക് വേണമെങ്കിൽ തരാം. അവര് ഉപദേശിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, ഞാൻ ചോദിച്ചു അവരോട്, എന്താണ് ആ മരുന്ന്? അപ്പൊ അവരെന്നോട് ഉപദേശിച്ച മരുന്ന് എന്ന് പറയുന്ന മദ്യമായിരുന്നു. ഏകദേശം അന്ന് ഒരു 14-15 വയസ്സുള്ള സമയം ഈ മദ്യം കഴിക്കാനൊക്കെ ആയിട്ട് തുടങ്ങിയ. അപ്പൊ ഞാൻ ചോദിച്ചു അവരോട്, നമ്മളെ മദ്യം കഴിക്കുന്ന ഇസ്ലാമിക നിയമപ്രകാരം തെറ്റല്ലേ? അതൊരു പാപമല്ലേ? അത് വ്യക്തമായിട്ട് ഖുർആനിലും ഹദീസുകളിലൊക്കെ മദ്യം കഴിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ എന്ന് ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞപ്പോഴ് അവരെന്നോട് പറഞ്ഞു, അത്രയും വലിയ തെറ്റൊന്നുമല്ലാതെ. നമ്മളെ പ്രവാചകൻ പോലും പല പ്രാവശ്യം യുദ്ധത്തിന് പോകുമ്പോൾ മദ്യം ഉപയോഗിച്ചിട്ടുണ്ട്, ഒതെടുക്കാനായിട്ട് മദ്യം ഉപയോഗിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഭവനങ്ങളിൽ തന്നെ മദ്യം തന്റെ ഭാര്യ ഉണ്ടാക്കിയതായിട്ടും, മദ്യം ഉണ്ടാക്കാനായിട്ട് പ്രത്യേകിച്ച് ആളെ നിർത്തിയതായിട്ടൊക്കെ നമ്മളെ ഹദീസുകളും ഇസ്ലാമിക ചരിത്രങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അല്പം മദ്യം കഴിക്കുന്നത് വലിയ തെറ്റൊന്നുമല്ല എന്നുള്ള ഉപദേശം എൻ്റെ കൂട്ടുകാരിൽ നിന്ന് എനിക്ക് ലഭിച്ചപ്പോഴ് എനിക്ക് തോന്നി, ഈ പീഡനങ്ങളൊക്കെ സഹിക്കാൻ, ഈ കഷ്ടപ്പാടൊക്കെ മാറിക്കിട്ടാൻ ഒരല്പം മദ്യം കഴിക്കുന്നത് തെറ്റല്ല എന്നുള്ളൊരു ഉപദേശം ലഭിച്ചതിന്റെ പേരില് ഞാൻ മദ്യം കഴിക്കാനൊക്കെ ആയിട്ട് തുടങ്ങി. കാരണം മദ്യം കഴിക്കാൻ പൈസയുടെ ബുദ്ധിമുട്ടില്ല. ഏതെങ്കിലും ഒരു കടയിൽ ചെന്നിരിക്കും, ആരും കാണാതെ. ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ പൈസക്ക് ഒരു വിലയില്ലാത്ത കാലഘട്ടമാണ്. ഒരു ചായക്കൊക്കെ 10 പൈസ, 6 പൈസ, ഒരു പുട്ടൊക്കെ 5 പൈസ, 6 പൈസക്കൊക്കെ അതൊക്കെ കിട്ടും. അങ്ങനെയുള്ള ഒരു കാലഘട്ടമായിരുന്നു. 1985-ലാണ്, 85-ന് മുമ്പാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോ മദ്യപാനം ആരംഭിച്ചു. അടി ലഭിക്കും, അല്ലെങ്കിൽ ഇന്ന് പീഡനം ലഭിക്കും എന്ന് അറിയുന്ന ദിവസം മദ്യം കഴിച്ച് രാത്രിയിൽ കിടന്നുറങ്ങും. പിതാവ് വരും, രണ്ടാനമ്മ ആവശ്യമില്ലാത്തതൊക്കെ പറഞ്ഞു കൊടുക്കും. അങ്ങനെ പിതാവ് എടുത്തിട്ട് എന്നെ അടിക്കും. എനിക്കറിയത്തില്ല, കാരണം പകുതി ബോധമില്ലാത്ത രീതിയിലാണ് ഞാൻ കിടന്നുറങ്ങുക. അത്രമാത്രം പീഡനങ്ങളായിരുന്നു. വിറകൊള്ളി കൊണ്ടുള്ള അടി അടിച്ച് മദ്യം കഴിക്കുന്നതുകൊണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോഴായിരിക്കും അവിടെ ഇവിടെയൊക്കെ രക്തം പൊട്ടി ഉണങ്ങി കട്ട പിടിച്ച് കിടക്കുന്നത് കാണുന്നത്. ഒന്നും കിട്ടിയില്ലെങ്കിൽ
തല പിടിച്ച് ജനലില് ചുമരില് ഇടിക്കുക, ഇതൊക്കെയായിരുന്നു. എന്നാൽ രണ്ടാനമ്മയുടെ മക്കളെ ഇതുപോലെ അടിക്കുന്നതായിട്ട് എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ എനിക്ക് കാണാനായിട്ട് സാധിച്ചിട്ടില്ല. ഞാൻ കൊള്ളരുതാത്തവനായും രണ്ടാനമ്മയുടെ മക്കളെ എല്ലാം നല്ലവരായും അനുസരണമുള്ളവരായും മാതാപിതാക്കളായി അനുസരിക്കുന്നവരായിട്ടും രണ്ടാനമ്മ ഉയർത്തി കാണിക്കുകയും എന്നെ താഴ്ത്തി കെട്ടി ഒന്നിനും കൊള്ളാത്തവനായി അനുസരണമില്ലാത്തവനായി ഇവരെ ജീവിതമായിരുന്നു രണ്ടാനമ്മ ആഗ്രഹിച്ചത്. അങ്ങനെ താഴ്ത്തി കെട്ടുന്ന ഒരു സ്വഭാവമായിരുന്നു രണ്ടാനമ്മ അവതരിപ്പിച്ചത്. ഈ മദ്യത്തിനും വാസ്തവത്തിൽ എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകാൻ കഴിയുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴ് ഞാൻ ഭവനം വിട്ട് യാത്ര ചെയ്യാണ്. കുറച്ച് പൈസ സ്വരൂപിച്ച് മലപ്പുറം ജില്ലയിൽ തന്നെ ഒരു സ്ഥലത്ത് ചമ്രവട്ടം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഞാൻ പോവുകയാണ്. അവിടെ പോയി ഒരു ഹോട്ടൽ കയറി ജോലി ചോദിച്ചു. ഞാൻ പറഞ്ഞു, വാപ്പയില്ല, ഉമ്മയില്ല, എനിക്ക് ബന്ധുക്കാരാരുമില്ല, ഞാൻ അനാഥയാണ്, എനിക്ക് എന്തെങ്കിലും ഒരു ജോലി വേണമെന്ന് പറഞ്ഞപ്പോൾ ആ ഹോട്ടൽ ഉടമ മനസ്സലിഞ്ഞ് എനിക്കൊരു ജോലി തന്നു. ആ ജോലിയുള്ള ബന്ധത്തിൽ വളരെ സന്തോഷമായിട്ട്, കാരണം പീഡനങ്ങളില്ല, പ്രശ്നങ്ങളില്ല, വളരെ സന്തോഷമായിട്ട് അങ്ങനെ മുമ്പോട്ട് പോകുമ്പോഴാണ് എൻ്റെ വാപ്പയും അറിഞ്ഞു, വാപ്പയുടെ ഉമ്മ ഉണ്ടായിരുന്നു. അപ്പൊ വാപ്പയുടെ ഉമ്മയ്ക്ക് ഒരല്പം ഒരു ദയ ഉണ്ടായിരുന്നു എന്നോട്, ഞാൻ അനുഭവിക്കുന്നതായ ഈ പ്രശ്നങ്ങളൊക്കെ. അങ്ങനെ വാപ്പയുടെ ഉമ്മയുടെ നിർബന്ധപ്രകാരം എന്നെ അവിടുന്ന് കണ്ടുപിടിച്ച് വീണ്ടും വീട്ടിലോട്ട് കൊണ്ടുവന്നു. കുറച്ച് ദിവസങ്ങളൊന്നും വലിയ പ്രശ്നമില്ലാതെ എങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. എന്നാൽ അധികം അങ്ങോട്ട് മുമ്പോട്ട് പോയില്ല. വീണ്ടും പീഡനങ്ങൾ തന്നെ ആരംഭിക്കുകയാണ്. പീഡനങ്ങൾ സഹിക്കാൻ വയ്യാതെ ആയപ്പോൾ കുറച്ച് പൈസ സ്വരൂപിച്ച് ഭവനം വിട്ട് ഞാൻ യാത്രയാകുകയാണ്. അവസാനം ചെന്നെത്തിയത് ബോംബെ എന്ന് പറഞ്ഞ ആ സ്ഥലത്താണ്. അവിടെ ഒരു കമ്പനിയില് ഒരു ഹെൽപ്പറായി എനിക്ക് ജോലി കിട്ടി. 10 രൂപ അന്ന് ശമ്പളം കിട്ടത്തുള്ളൂ. ഈ 10 രൂപക്ക് 2 രൂപ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ബസ്സിന് വേണം. കഴിച്ച് 8 രൂപ. ഉടുതുണിക്ക് മറുപടി തുണിയില്ല. വളരെ പ്രയാസപ്പെട്ട് രാവിലെ കഴുകിയിടും, രാത്രി വന്ന് ജോലി ചെയ്ത് ഡ്രസ്സെല്ലാം കഴുകിയിടും. ഓയിലും ഡീസലും നിറഞ്ഞ ഒരു അനുഭവമായിരുന്നു. ഏകദേശം 4 വർഷം ആ കമ്പനിയിൽ ഞാൻ അതുപോലെ തന്നെ ഈ 10 രൂപയ്ക്ക് ജോലി, 8 രൂപ എനിക്ക് കിട്ടുള്ളൂ. അതിൽ നിന്ന് എനിക്ക് ആഹാരം, എൻ്റെ താമസം, മറ്റ് ആവശ്യങ്ങളൊക്കെ നടക്കണം. ഈ 4 വർഷക്കാലം വളരെ കഷ്ടപ്പാടിലൂടെ, ദുഃഖങ്ങളിലൂടെ, ദുരിതങ്ങളിലൂടെയാണ് ഞാനത് കടന്നുപോയത്. ആ 4 വർഷം കഴിഞ്ഞപ്പോഴേ എൻ്റെ ഓപ്പറേറ്റർ എന്തോ പ്രശ്നം ഉണ്ടാക്കി അവിടുന്ന് പോയപ്പോൾ ആ സ്ഥാനം 4 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് ലഭിക്കുകയാണ്. ഓപ്പറേറ്ററായിട്ട് തന്നെ ആ സ്ഥാനത്ത് ഞാൻ വരുന്നു. അതോടുകൂടെ എനിക്ക് ഏകദേശം നല്ലൊരു സാലറി ആയി. അന്ന് തന്നെ ഒരു 14,000 രൂപയോളം, വർഷങ്ങൾക്ക് മുമ്പ് ഇന്ന് ഏകദേശം 1 ലക്ഷം രൂപയോളം ലഭിക്കുന്നതായ ആ ഒരു സാലറി. അതോടുകൂടെ എൻ്റെ കഷ്ടപ്പാടുകളൊക്കെ മാറി, ദുഃഖങ്ങളൊക്കെ, ദുരിതങ്ങളൊക്കെ ഏകദേശം അവസാനിച്ചു എന്നുള്ള ആ ചിന്തയിൽ ഇരിക്കുമ്പോഴാണ് അപ്പനില്ലല്ലോ, അമ്മയില്ലല്ലോ, എന്നെ സ്നേഹിക്കാൻ ആരുമില്ലല്ലോ എന്നുള്ള ചിന്ത വീണ്ടും എന്നെ ഇങ്ങനെ ഭരിക്കാനായിട്ട് തുടങ്ങി. ഞാൻ എന്തിനാ ജീവിക്കുന്നത്? എന്നെ സ്നേഹിക്കാൻ ആരാ ഉള്ളത് എന്നുള്ള ആ ചിന്ത എന്നെ നിരന്തരമായി, ആ കോംപ്ലക്സ് എന്നെ ഇങ്ങനെ അലട്ടാനായിട്ട് തുടങ്ങി. അതിന് പരിഹാരം ലഭിക്കാനായിട്ട് അല്പം കൂട്ടുകാരോട് ചേർന്ന് മദ്യപിക്കാനായിട്ട് തുടങ്ങി. ആ മദ്യപാനം അങ്ങ് വീണ്ടും കൂടുതലായി മാറിയെന്ന് മാത്രമല്ല, ജോലിയിൽ കൃത്യനിഷ്ഠത പാലിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തുകയാണ്. പിന്നെ കൂടി കൂട്ടുകാരുമായിട്ടുള്ള ഒരു രാത്രി നല്ലവണ്ണം മദ്യപിച്ചു. അന്ന് രാവിലെ എനിക്ക് 8 മണിക്ക് ഡ്യൂട്ടിക്ക് പോകണമായിരുന്നു. പക്ഷെ ഞാൻ എഴുന്നേറ്റത് 11 മണിക്കാണ്. ഓടിക്കിതച്ച് കമ്പനിയിൽ എത്തിയപ്പോൾ
വാച്ച്മാൻ പറഞ്ഞു, മാനേജറെ കണ്ടിട്ട് ജോലിയിൽ പ്രവേശിക്കാവെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. അങ്ങനെ മാനേജർ അടുത്ത് പോയി. അദ്ദേഹം എന്നെ ഇങ്ങനെ നോക്കി വന്ന. അദ്ദേഹം എന്നോട് ചോദിച്ചു, കഴിഞ്ഞ രാത്രി നല്ലവണ്ണം മദ്യപിച്ചു അല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതെ സാർ എന്ന് പറഞ്ഞു. അദ്ദേഹം മേശ തുറന്ന് ഒരു കവർ എടുത്ത് എന്റെ കയ്യിൽ തന്നു. ഞാൻ ചോദിച്ചു, എന്താണ് സാറെ? തുറന്നു നോക്കെന്ന് പറഞ്ഞു. തുറന്നു നോക്കിയപ്പോൾ അദ്ദേഹം എഴുതിയിരിക്കുന്നു, നിന്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുന്നത് വരെ ജോലിയിൽ നിന്ന് നിന്നെ പിരിച്ചുവിടുകയാണ്, സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു 2-3 ദിവസം ആയിരിക്കും ഈ സസ്പെൻഷൻ ഉള്ളത്. അത് കഴിഞ്ഞാൽ എന്നെ തിരിച്ചെടുക്കും എന്നുള്ളതായ ഒരു ചിന്തയായിരുന്നു വാസ്തവത്തിൽ എനിക്കുണ്ടായിരുന്നത്. ഞാൻ അവിടുന്ന് ഇറങ്ങി, കമ്പനിയിൽ നിന്ന് ഇറങ്ങി, നേരെ എൻ്റെ റൂമിൽ പോയി. ഒരാഴ്ച കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു. എന്നെ തിരിച്ചെടുക്കുന്ന യാതൊരു ലക്ഷണം കാണുന്നില്ല. പല പ്രാവശ്യം മാനേജറെ കണ്ടു, അദ്ദേഹം കൈമലർത്തി. അവസാനം നാട്ടിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പോഴേക്കിനും ഏകദേശം ഒരു നല്ല ചട്ടമ്പി ബോംബെയിലാണല്ലോ ജീവിക്കുന്നത്. അതും ആ രീതിയിലുള്ള ഒരു ജീവിത സാഹചര്യത്തിലായിരുന്നു ജീവിക്കുന്നത്. നിവൃത്തിയില്ലാതെ എവിടെയും പല ഇടങ്ങളിലും ജോലി അന്വേഷിച്ചപ്പോഴേ കമ്പനിയിലേക്ക് വിളിക്കും. അവൻ കൃത്യനിഷ്ഠത പാലിക്കുകയില്ല, മദ്യപിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന് പറയുമ്പോൾ അത് തന്നെ അവരവിടെ വെക്കും. അപ്പൊ ജോലി കിട്ടാതെ എനിക്ക്. അങ്ങനെ അവസാനം നാട്ടിലെത്തിയത് ഒരു തീരുമാനം എടുത്താണ്. ആ തീരുമാനം എന്ന് പറഞ്ഞത്, രണ്ടാനമ്മയെ എങ്ങനെയെങ്കിലും ഒതുക്കണം. ആ ഒരു ചിന്ത മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ. അവരുടെ മക്കളെ നല്ല രീതിയിൽ വളർത്തുമ്പോൾ എന്നെ കൊള്ളരുതാത്തവനായി ചിത്രീകരിക്കുന്ന രണ്ടാനമ്മയെ ഒരു പാഠം പഠിപ്പിച്ച് അടങ്ങൂ എന്നുള്ള ഒരു തീരുമാനത്തോടു കൂടെ ബോംബെയിൽ നിന്ന് കേരളത്തിലേക്ക് ഞാൻ വണ്ടി കയറുക. വീട്ടിൽ വന്നു. അധികം താമസിയാതെ പഴയതുപോലെ തന്നെ രണ്ടാനമ്മയുടെ പീഡനം ആരംഭിച്ചു. 1-2 ദിവസമൊന്നും ഞാൻ അനങ്ങിയില്ല. അപ്പന്റെ അടിയെല്ലാം കൊണ്ട് അപ്പോൾ തന്നെ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചു. പോലീസ് കേസും അതുപോലെ തന്നെ പല പ്രശ്നങ്ങളും നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒരു തലവേദനയായി. ഞാൻ എങ്ങനെ മുമ്പോട്ട് പോയി. ഒരിക്കൽ ഇതുപോലെ അടിക്കാനായിട്ട് വടിയെടുത്തപ്പോഴേ അവിടെ വലിയൊരു നീളമുള്ളതായ ഒരു പട്ടിക കഷ്ടം അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. പാപ്പയോട് ഞാൻ പറഞ്ഞു, എന്നെ അടിച്ചാൽ നിന്റെ കെട്ടിയോളെ ഞാൻ വെറുതെ വിടുകയില്ലെന്ന്. ആ പട്ടിക എടുത്തിട്ട് അതോടുകൂടെ പീഡനം അവിടെ അവസാനിക്കുകയാണ്. അടിക്കുമെന്ന് ഞാൻ പറഞ്ഞോടുകൂടെ തന്നെ പട്ടിക എടുത്ത് അടിക്കാനായിട്ടിരുന്ന അപ്പനടിക്കാനേതും പറ്റില്ലല്ലോ, പിന്നെ രണ്ടാനമേലേ അടിക്കാൻ പറ്റുള്ളൂ. എന്നെ അടിച്ചാൽ നിന്റെ കെട്ടിയോളെ ഞാൻ അടിക്കും, വെച്ചേക്കല്ലെന്ന് പറഞ്ഞു. അതോടുകൂടെ ആ പീഡനം അവിടെ അവസാനിച്ചു. പല കേസുകളായി. എൻ്റെ ഉമ്മയുടെ വീട്ടുകാർക്ക് ഞാൻ നല്ലവനായി തീരണം, ഏതെങ്കിലും രീതിയിൽ ഞാൻ നല്ലവനായി തീരണം എന്നുള്ളതായ ആ ചിന്ത വെച്ച് അടുത്തുള്ളതായ കേരളത്തിലുള്ള എല്ലാ മുസ്ലിം പുണ്യ സ്ഥലങ്ങളിലും എന്നെ കൊണ്ടുപോവുകയും നേർച്ചകളും കാഴ്ചകളും പുണ്യവും പുണ്യപ്രവൃത്തികളൊക്കെ നിരന്തരമായി അവര് ചെയ്തുകൊണ്ടിരുന്നു. ഉമ്മയുടെ ഉമ്മ ഒരു പെങ്ങളെ, 4 ആങ്ങളമാർക്ക് ഒരു പെങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോ എൻ്റെ പോക്ക് എന്ന് പറഞ്ഞ് തലതിരിഞ്ഞ പോക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് വളരെ വിഷമമായിട്ട് തോന്നിയതാണ്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് അവരെ കൊണ്ടെത്തിച്ചത്. പക്ഷെ അവിടെ എല്ലാം കൊണ്ടുപോയിട്ട് നേർച്ചകളും കാഴ്ചകളും പ്രവൃത്തിയെല്ലാം നടത്തിയിട്ടും എൻ്റെ ജീവിതത്തില് ഒരു മാറ്റം വാസ്തവത്തില് കാണാനായിട്ട് സാധിക്കുന്നില്ല. നന്നാകണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട്, പക്ഷേ അത് നടക്കുന്നില്ല. എത്ര ശ്രമിച്ചിട്ടും നടക്കുന്നില്ല. കൂടുതൽ ഓരോ ദിവസവും കേസുകളും കൂട്ടങ്ങളും അടിയും വഴക്കും, പോലീസ് സ്റ്റേഷനിൽ കേസ് കൂടുക എന്നുള്ളതല്ലാതെ കുറയുന്നില്ല. എവിടെ പോയിട്ട് പ്രാർത്ഥിച്ചിട്ടും പലതും ചെയ്തിട്ടും. അങ്ങനെ ഇരിക്കുമ്പോ അവസാനം എൻ്റെ അമ്മമാര് ചില ആൾക്കാർ ഗൾഫിലാണ്, ചില മക്കായിലുണ്ട്. ഉമ്മയുടെ നിർബന്ധ പ്രകാരം
എന്നെ മക്കയിലേക്ക് പറഞ്ഞയക്കാനായിട്ട് അവർ തീരുമാനിച്ചു. അവിടെ പോയാൽ മദ്യം കിട്ടുകയില്ല. അപ്പൊ അതുകൊണ്ട് അവിടെ നിന്ന് പോയിട്ട് ഹജ്ജ് ചെയ്യാം. ഹജ്ജ് ചെയ്ത് കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിന് വലിയൊരു മാറ്റം ഉണ്ടാകുമെന്നുള്ളതായിരുന്നു അവരുടെ ചിന്ത എന്ന് പറയുന്നത്. അങ്ങനെ പോകാനായിട്ട് ഞാൻ ആഗ്രഹിച്ചു. കാരണം ഇങ്ങനെ ഒരു ജീവിതത്തിൽ ഒരു മാറ്റം കിട്ടുമല്ലോ. അവിടെ പോയി ഹജ്ജ് ചെയ്യാം. അതുമാത്രം നമുക്ക് പൈസ ചെലവൊന്നുമില്ല. അമ്മമാര് കാര്യങ്ങളൊക്കെ ചെയ്തോളും, ഉമ്മ കാര്യങ്ങളൊക്കെ ചെയ്തോളും എന്ന് വിചാരിച്ചു. അങ്ങനെ വിസ വന്നു, പോകാനുള്ള വിസ വന്നു കഴിഞ്ഞപ്പോൾ അതിനകത്ത് പേരിലൊരു ചെറിയ പ്രശ്നം. പോകാനായിട്ട് പറ്റില്ല. വിസ വീണ്ടും പോയി തിരിച്ചു വരണം. ഇതോടുകൂടെ മാനസികമായി ആകെ ഞാൻ ടെൻഷനായി. പല വഴക്കുണ്ടായി കുടിച്ച് മുമ്പോട്ടും പിമ്പോട്ടും പോകാൻ പറ്റാത്ത ഒരു അവസ്ഥ. ദാവീദ് പറയുന്നുണ്ട്, മുമ്പും പിമ്പും എന്നെ അടച്ചു. അപ്പൊ മുമ്പോട്ടും പോകാൻ പാടില്ല, പിന്നോട്ടും പോകാൻ പാടില്ല. അത്രമാത്രമുള്ള ഒരു പ്രയാസത്തിലൂടെ ആ സമയം കടന്നു പോവുകയാണ്. ഒരേ ഒരു വഴി മാത്രമേ എൻ്റെ മുമ്പിലുള്ളൂ, ആത്മഹത്യ ചെയ്യാം. ഇനി ജീവിതമില്ല. അങ്ങനെ ആത്മഹത്യ ചെയ്യാനായിട്ട് ഞാൻ തീരുമാനിക്കുകയാണ്. ആ സമയത്ത് എങ്ങനെയാണ് ആത്മഹത്യ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ആത്മഹത്യ ചെയ്യാന്ന് പറയും നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. മദ്യത്തിൽ വിഷം കഴിച്ച് മരിക്കണോ, തൂങ്ങിച്ചാകണമോ, അല്ലെങ്കിൽ തീവണ്ടിയുടെ മുമ്പിലേക്ക് ചാടണമോ, എങ്ങനെ മരിക്കണം, എങ്ങനെ ആത്മഹത്യ ചെയ്യണം എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു വ്യക്തി, അന്ന് അവിടെ ഇലക്ട്രിസിറ്റി ബോർഡിലെ എഞ്ചിനീയർ ആയ ഒരു വർഗീസ് എന്ന് പറയും. അദ്ദേഹം പോകുന്ന ഇടത്തൊക്കെ ഒരു ചെറിയ ബാഗ് ഉണ്ടാവും. അതിനകത്തൊരു പുതിയ നിയമവും കുറച്ച് ട്രാക്സും ഒക്കെ ഇട്ടിട്ട് അദ്ദേഹം ഇങ്ങനെ നടക്കും. ഓരോ കാര്യം പറഞ്ഞാണ് നടക്കുന്നത്. അപ്പൊ വീട്ടിൽ വന്ന് എന്നോട് ചോദിച്ചു, അലി, നീ വളരെ പ്രയാസത്തിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നത്, പല കേസുകളും എൻ്റെ പേരിലുണ്ട് എന്നൊക്കെ ഞാൻ അറിഞ്ഞു. വളരെ ദുഃഖിതനായിട്ടാണ് എൻ്റെ മുമ്പോട്ട് പോകുന്നത്, എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. അന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ദേഷ്യം എനിക്കുണ്ടായിരുന്നത് ക്രിസ്ത്യാനികളോടാണ്. ചെറുപ്രായത്തിൽ തന്നെ ഞങ്ങളെ മദ്രസയിൽ പഠിക്കുമ്പോൾ ബൈബിള് തിരുത്തപ്പെട്ടതാണ്. യേശു കേവലം ഒരു പ്രവാചകനായ യേശുവിനെ ക്രിസ്ത്യാനികളെല്ലാം കൂടെ ദൈവമാക്കി മാറ്റി. യേശു മരിച്ചിട്ടില്ല, യേശു ഉയരത്തിലാണ് പോയിരിക്കുന്നത്, മരിക്കാതെയാണ് സ്വർഗത്തിൽ പോയിരിക്കുന്നത്. ക്രിസ്ത്യാനികളെല്ലാം അദ്ദേഹത്തെ കൊന്നു എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ക്രിസ്ത്യാനികളുടെ ഈ ആരാധന വിഷയം എന്ന് പറയുന്ന 3 ദൈവങ്ങളാണ്. പിതാവ് ഒരു ദൈവം, പുത്രൻ ഒരു ദൈവം, പരിശുദ്ധാത്മാവ് ഒരു ദൈവം. ഇങ്ങനെയൊക്കെയുള്ളതായ തെറ്റായ പഠിപ്പിക്കല് മദ്രസയിൽ നിന്നുണ്ടാകും. അത് ചെറുപ്പം മുതൽ തന്നെ ആദ്യമായിട്ട് ഇസ്ലാമിനെ കുറിച്ചല്ല പഠിപ്പിക്കുക, മറ്റുള്ള മതങ്ങളെ കുറിച്ച്, മറ്റുള്ള മതങ്ങളൊക്കെ തെറ്റാണെന്നുള്ള രീതിയിലാണ് അവര് ചെറുപ്രായം മുതൽ തന്നെ ഇൻജക്ട് ചെയ്ത് കയറ്റുന്നത്. അപ്പോ ഹിന്ദുക്കളോട് ഇല്ലാത്തതായ ആ ദേഷ്യം പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളോടുണ്ടായിരുന്നു. ഈ 3-4 കാര്യങ്ങൾ പ്രത്യേകമായി പഠിച്ചിട്ട്. അത് മാത്രമല്ല, എൻ്റെ വീടിന്റെ അടുത്ത് തൊട്ട അയൽവാസി തന്നെ ഒരു പുരോഹിതന്റെ മകൻ ക്രൈസ്തവ വിശ്വാസിയായി മാറിയിരുന്നു. കേട്ട് കാണും, KK അലവി അച്ഛൻ എന്ന് പറയും. മഞ്ചേരിയിൽ അദ്ദേഹത്തിന് വലിയൊരു സ്ഥാപനമുണ്ട്. അദ്ദേഹം ഇങ്ങനെ ഇസ്ലാം മതം ഇസ്ലാമിൽ നിന്ന് ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചത് കൊണ്ട് അദ്ദേഹത്തോട് പ്രത്യേകമായ വൈരാഗ്യം ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞങ്ങളെ നാട്ടിലൊക്കെ ഈ ക്രിസ്ത്യാനികൾ അവിടുന്ന് ഇവിടുന്നൊക്കെ സ്കൂളിൽ പഠിപ്പിക്കാനൊക്കെ വരുമ്പോൾ അവരോട് ആ രീതിയിലാണ് ഇടപെട്ടുകൊണ്ടിരുന്നത്, ദേശത്തോടു കൂടിയൊക്കെ തന്നെ. അപ്പൊ അത് കേട്ട് കഴിഞ്ഞപ്പോഴേ എനിക്ക് വാസ്തവത്തിൽ അദ്ദേഹത്തോട് ദേഷ്യമാണ് തോന്നി, ആ രീതിയിലൊക്കെ സംസാരിച്ചത്. അദ്ദേഹം സന്ദർഭം ശരിയല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഒരു ബൈബിളും അതുപോലെ തന്നെ മനുഷ്യന്റെ ഹൃദയം എന്ന് പറഞ്ഞ ഒരു പുസ്തകം കൂടെ എനിക്ക് തന്നിട്ട് പോയി. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ദേഷ്യം തോന്നി. അപ്പൊ തന്നെ ഞാൻ അദ്ദേഹത്തിന്റെ മുമ്പിൽ വെച്ച് തന്നെ ആ പുസ്തകം ഞാൻ വലിച്ചെറിഞ്ഞു. അദ്ദേഹം പോയി, ഗവൺമെന്റ് ഉദ്യോഗസ്ഥനല്ലേ, അദ്ദേഹം പോയി. അടുത്ത ദിവസം രാവിലെ
ഞാൻ എഴുന്നേറ്റിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് അങ്ങനെ ഇരുന്നു കൊണ്ടിരിക്കുമ്പോ വലിച്ചെറിഞ്ഞ ആ പുസ്തകം അവിടെ തന്നെ കിടക്കുന്നതായിട്ട് കാണുന്നു. പോയി ആ പുസ്തകം എടുത്തു. പുതിയ നിയമം ഉണ്ടായിരുന്നു ഒന്ന്, മനുഷ്യന്റെ ഹൃദയം. ആ മനുഷ്യന്റെ ഹൃദയം എന്ന് പറഞ്ഞ ചെറിയ കൂടുതൽ പേജ് ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ മറിച്ചു നോക്കിയപ്പോ അതിനകത്ത് ചിത്രമാണ് കാണുന്നത്. മനുഷ്യന്റെ ഹൃദയത്തിനകത്ത് ഓരോ മൃഗങ്ങള്, ഓരോ സ്വഭാവങ്ങള്, ദേഷ്യം, വൈരാഗ്യം, അതുപോലെ തന്നെ മദ്യപാനം, അങ്ങനെയൊക്കെയുള്ളതായ പല സ്വഭാവങ്ങൾ കൊണ്ട് ഒരു മനുഷ്യന്റെ ഹൃദയം നിറഞ്ഞത് കൊണ്ട് അതിന്റെ ദൈവം ആ മനുഷ്യന്റെ ഹൃദയത്തിനകത്തില്ല. ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ ദൂതന്മാരെല്ലാം തന്നെ പുറത്താ നിൽക്കുന്നത്. ഒരു വാളുമായി അകത്ത് കയറാൻ ഒരുങ്ങിയിരിക്കുക. അവസാനം ചോദിക്കുകയാണ്, ഇതിനേക്കാൾ വലിയ പാവമൊക്കെ നീ ചെയ്തിട്ടില്ലേ ഇത്രയും വർഷമായിട്ട്? ഇന്ന് നീ മരിച്ചു കഴിഞ്ഞാൽ നിന്റെ ആത്മാവ് എവിടെയാണ് പോകുക? ഈ ചോദ്യം വാസ്തവത്തില് എൻ്റെ ഹൃദയത്തെ ഞെട്ടിക്കുകയാണ്. ഇന്ന് നീ ആത്മഹത്യ ചെയ്യാനിരിക്കുകയല്ലേ, പക്ഷെ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ നീ എവിടെയായിരിക്കും പോവുക? നിന്റെ ആത്മാവ് സ്വർഗത്തിൽ പോകുക, നരകത്തിൽ പോകുമോ? ഈ ചോദ്യം എന്നോട് ചോദിക്കുക. ഇന്ന് മരിച്ചാൽ നീ എവിടെ പോകും? നിന്റെ ആത്മാവ് എവിടെയായിരിക്കും? അതോടുകൂടെ ബൈബിള് വായിക്കാൻ തുടങ്ങി. എനിക്ക് ആദ്യത്തെ അധ്യായം വായിച്ചപ്പോ വളരെ അരോചകമായിട്ട് തോന്നി. എങ്കിലും അത് കുറച്ചും കഴിഞ്ഞ് അങ്ങോട്ട് മാറ്റിവെച്ച് തുടർന്ന് ഇങ്ങനെ വായിച്ചു കൊണ്ടിരുന്നപ്പോൾ 11-ാം അധ്യായം മത്തായിയുടെ സുവിശേഷത്തിൽ എന്നോട് ചോദിക്കാൻ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്ന എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കുന്നതാണ്. ജീവിതത്തിൽ ഒരു പുതിയ അനുഭവമായിരുന്നത്. ചെറുപ്പത്തിൽ തന്നെ വായിക്കാനുള്ള ഒരു പ്രചോദനമൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. പലതും വായിക്കും. ഇസ്ലാമിക കഥകളും നോവലുകളും മാസികകളൊക്കെ കിട്ടിയാൽ വായിക്കുന്ന ഒരു പ്രത്യേക അനുഭവം ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷേ ഇത്രതെല്ലാം വായിച്ചിട്ടും ഇതുപോലൊരു അനുഭവം ആദ്യമായിരുന്നു എൻ്റെ ജീവിതത്തിൽ. എൻ്റെ അടുക്കൽ വരിക, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും. ഈ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ പറയുക. ഇത് കഴിഞ്ഞ് ഞാൻ വളരെ സൂക്ഷ്മതയോടുകൂടെ വളരെ ചിന്തിച്ച് അർത്ഥം മനസ്സിലാക്കി വീണ്ടും വായിക്കാനായിട്ട് തുടങ്ങി. ബൈബിള് വായിക്കാൻ തുടങ്ങിയപ്പോഴേ അടുത്ത് കഴിഞ്ഞ് യോഹന്നാന്റെ സുവിശേഷത്തിൽ എത്തിയവൻ എന്നോട് പറഞ്ഞു, എൻ്റെ സമാധാനം ഞാൻ നിനക്ക് തന്നേച്ചു പോകുകയാണ്. അത് ലോകം തരുന്നത് പോലെയല്ല. ഇതുവരെ എൻ്റെ ജീവിതത്തില് സ്വസ്ഥതയില്ലായിരുന്നു, സമാധാനമില്ലായിരുന്നു, ആശ്വാസമില്ലായിരുന്നു. എങ്ങോട്ട് പോകും എന്നോർത്ത് നീ ഭാരപ്പെട്ടതായ ഒരു സാഹചര്യമായിരുന്നു ഇതുവരെ നിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. എൻ്റെ അടുക്കൽ വരെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കുകയും എൻ്റെ സമാധാനം ഞാൻ നിനക്ക് നൽകുകയും ചെയ്യുന്നു എന്ന് കർത്താവ് പറഞ്ഞോടുകൂടെ ഒരു വലിയ ഒരു ഭാരം എൻ്റെ നിന്ന് ഇങ്ങനെ പോകുന്നതായിട്ട് എനിക്ക് ഇങ്ങനെ തോന്നുന്നതാണ്. എൻ്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടായി. തുടർന്ന് ഞാനിത് ഒരു പ്രാവശ്യം വായിച്ചു. ഒരു പ്രാവശ്യം വായിച്ച് ഞാനെങ്ങനെ വളരെ ചിന്തിച്ചെങ്ങനെ വായിക്കുന്നത്. റോമാലേഖനത്തിൽ എത്തിയപ്പോഴ് റോമാലേഖനത്തിൽ ചില കാര്യങ്ങൾ ഇങ്ങനെ വളരെ ചിന്തയോടുകൂടെ എൻ്റെ മനസ്സിലേക്ക് വരാൻ തുടങ്ങി. 7-ാം അധ്യായത്തിന്റെ 18 മുതലുള്ളതായ വാക്യങ്ങള്. എന്നിൽ എന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല. എന്നോട് പറയും, എനിക്ക് നന്മ ചെയ്യാനുള്ള താല്പര്യമുണ്ടെങ്കിലും നിനക്കത് ചെയ്യാനായിട്ട് കഴിയാത്ത ഒരവസ്ഥയിലാണെന്നേ ഉള്ളത്. 8-ാം അധ്യായത്തിൽ വീണ്ടും പറ, ജഡത്തിന്റെ ചിന്ത ആത്മാവിന്റെ ചിന്തയോ ജീവന് സമാധാനമാണ്. ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാണ്. അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല. അപ്പൊ ബൈബിൾ ഇങ്ങനെ എന്നിലേക്ക് തന്നെ വളരെ ചിന്തമായ ഒരു അവസ്ഥയിലേക്ക് എന്നെങ്ങനെ ആഴമായിരിക്കുന്ന ആ ചിന്തകള്, ഇതുവരെ ലഭിക്കാത്തതായ അനുഭവങ്ങള് വായിച്ചിട്ട് മനുഷ്യന്റെ ആത്മാവും പാവുമായിട്ടുള്ള ആ ഒരു ബന്ധം എത്രമാത്രമുണ്ട്. അതുകൊണ്ടാണ് എന്നിൽ നിന്ന് സമാധാനം ഉണ്ടാകാതെ ഇരിക്കുന്നത് എന്നുള്ള ആ ചിന്ത എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഭരിക്കാൻ തുടങ്ങി. ഒരു പ്രാവശ്യം ബൈബിള് വായിച്ചങ്ങ് തീർന്നപ്പോ ഞാനിങ്ങനെ ചോദിക്കുക, എന്നോട് തന്നെ ചോദിക്കുക, ഇത്
വളരെ സത്യമായ ഒരു കാര്യമാണ്. ഖുർആനിൽ നമുക്ക് കാണാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ഇത്രമായ ആഴമായിരിക്കുന്ന അവസ്ഥകള്, യേശു കർത്താവ് ചെയ്ത അത്ഭുതങ്ങള്, യേശു കർത്താവ് ചെയ്ത അടയാളങ്ങള്, മരിച്ചവരെ ഉയർത്തി, പാപം മോചിച്ചു കൊടുത്തു, രോഗികൾക്ക് സൗഖ്യം നൽകി, പല കാര്യങ്ങളും ഇതിനകത്ത് ഞാൻ വായിച്ചു. ഇതൊക്കെ വാസ്തവത്തിൽ സത്യമാണോ? ഞാൻ വീണ്ടും ചോദിക്കും, ഇതൊക്കെ വാസ്തവത്തിൽ സത്യമാണെങ്കിൽ എന്റെ ഉമ്മ മരിച്ചതിന് ശേഷം ഇന്ന് വരെ സ്വസ്ഥത എന്താണെന്നോ സമാധാനം എന്താണെന്നോ പ്രത്യാശ എന്താണെന്നോ എനിക്ക് ഇതുവരെ മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഇതെല്ലാം സത്യമാണെങ്കിൽ എന്നെ ഒന്ന് രൂപാന്തരപ്പെടുത്തി എന്റെ ജീവിത സ്വസ്ഥത നൽകി സമാധാനം നൽകി എന്നെ അനുഗ്രഹിച്ചാൽ ഞാൻ നിന്നിൽ വിശ്വസിക്കാം. ആ ഒരൊറ്റ കാര്യം ഞാൻ അവിടെ പറയാം. അതോടുകൂടെ എൻ്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകാൻ തുടങ്ങുന്നു. ഞാൻ മദ്യ ഷോപ്പിൽ പോയി മദ്യം വാങ്ങിച്ച് ഒരു ഭാഗത്ത് വെച്ചു, ഗ്ലാസ് കുടിക്കാനായിട്ട് എടുക്കുന്നതോടുകൂടി എൻ്റെ മനസ്സിലേക്ക് എന്തോ കടന്നു വരും, അവിടെ വെക്കും അത്. എന്നിട്ട് ആ ഒരു ചിന്ത കഴിഞ്ഞ് വീണ്ടും ഇത് കുടിക്കാനായിട്ട് ഞാൻ എങ്ങനെ എടുക്കുക, അപ്പോഴേക്കിനും എന്തോ ഒരു ചിന്ത മനസ്സിൽ വരും. ഒരു 10ഓ 15ഓ പ്രാവശ്യം ഇത് എടുത്ത് പൊക്കി വീണ്ടും എടുക്കും, വീണ്ടും പൊക്കും കുടിക്കാനായിട്ട്. അപ്പോഴേക്കിനും എന്തോ ഒരു ചിന്ത വരും. അങ്ങനെ ഒരു 10-15 പ്രാവശ്യം പൊക്കി അവിടെ വെച്ചുകൊണ്ട് ഞാൻ മദ്യം കഴിക്കാതെ പുറത്തിറങ്ങുകയാണ്. പുറത്തിറങ്ങിയപ്പോ ഒരു സിഗരറ്റ് എടുത്ത്, അന്ന് ക്യാപ്സ് എന്ന് പറഞ്ഞ വലിയൊരു സിഗരറ്റാണ് വലിക്കുന്നത്. ഒരു പാക്കറ്റ് ഉണ്ട്, തീപ്പെട്ടി ഉണ്ട്. എടുത്ത് ഒരു സിഗരറ്റ് എടുത്ത് ചുണ്ടിൽ വെച്ചു. തീപ്പെട്ടി എടുത്ത് കത്തിച്ചിട്ട് എങ്ങനെയും കത്തുന്നില്ല. കുറെ സമയം ശ്രമിച്ചു, കത്തുന്നില്ല. ഞാൻ അറിയാതെ തന്നെ 2 ഭാഗത്ത് സിഗരറ്റിന്റെ പാക്കറ്റും തീപ്പെട്ടി എടുത്ത് 2 ഭാഗത്തേക്ക് എറിഞ്ഞ് എന്തോ ഒരു അസ്വസ്ഥത പോലെ എനിക്ക് ഇങ്ങനെ തോന്നുന്നു. അടുത്ത ദിവസം രാവിലെ നേരെ ഇങ്ങനെ നടന്ന് എവിടെങ്കിലും ഒന്ന് പോയി കുറച്ചേരം ഇരിക്കാം. അപ്പൊ സാധാരണ എനിക്ക് ഇങ്ങനെ ഇരിക്കുമ്പോ കോഴിക്കോട് കടപ്പുറത്തേക്ക് പോകുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഏകദേശം ഉച്ചയായിരുന്നു. അങ്ങനെ കടപ്പുറത്തേക്ക് ഇങ്ങനെ പോവുക. കോഴിക്കോട് ബസ്സൊക്കെ ഇറങ്ങിയിട്ട് കുറച്ചേരം ഇങ്ങനെ നടന്നിങ്ങനെ അങ്ങ് പോകുമ്പോഴാണ് കോഴിക്കോട് AG ചർച്ച് അവിടെ ഒരു കൺവെൻഷൻ ഇങ്ങനെ നടക്കുകയാണ്. പ്രസംഗിക്കുന്ന ഡോക്ടർ മുരളീധരൻ. ഞാൻ ചിന്തിച്ചോടാ, ഇയാൾ മുരളീധരൻ എന്ന് പറഞ്ഞ ആള് ഹിന്ദു അല്ലേ? ഹിന്ദു ആയ ഈ മുരളീധരൻ ക്രിസ്ത്യാനികളായ ഇവരുടെ അടുത്ത് എന്തിനാ പോയി പ്രസംഗിക്കുന്നത്? ഒരു പ്രത്യേക ഒരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നു. ആണെങ്കിൽ പോലും ഇപ്പൊ കയറും വരെ 6 മണി വരെ ആകണ്ട, 3-4 മണിക്കൂർ കാത്തിരിക്കണം. അങ്ങനെ അതുവരെ 6 മണി വരെ കടപ്പുറത്തെല്ലാം ചെലവഴിച്ച് അവിടെ ഇവിടെയൊക്കെ നടന്ന് നേരെ ആ സമയമായപ്പോഴ് നേരെ ഇങ്ങനെ അങ്ങ് വന്നു. അപ്പോഴിങ്ങനെ കുറച്ചാളൊക്കെ വന്നിരുന്നു. ഒരു കസേരയിൽ ഞാൻ സ്ഥാനം പിടിച്ചു. അവിടെ ഇരുന്ന് അദ്ദേഹം ക്രിസ്തുവിനെ കുറിച്ചാണ് പ്രസംഗിക്കുന്നത്. മനുഷ്യന്റെ പാപത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം പ്രസംഗിക്കുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേ എനിക്ക് വലിയ താല്പര്യം തോന്നി. കൺവെൻഷൻ കഴിയുന്നത് വരെ അവിടെ ഇരുന്ന് കൺവെൻഷൻ കഴിഞ്ഞപ്പോഴേ ഞാൻ അദ്ദേഹത്തെ കാണാനായിട്ട് പോയി. അവിടെ എൻ്റെ ജീവിതത്തെക്കുറിച്ച് നടന്ന സംഭവങ്ങളെ കുറിച്ചൊക്കെ ഞാൻ അദ്ദേഹവുമായി സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, 2-3 ദിവസം കൂടെ ഉണ്ട് കൺവെൻഷൻ, അത് ബ്രദർ കാര്യം ചെയ്യും, ബ്രദറിന് വേണമെങ്കിൽ ഇവിടെ താമസിക്കാനുള്ള സൗകര്യം ഞാൻ ഒരുക്കി തരാം. ഡ്രസ്സൊന്നും കൊണ്ടുവന്നിട്ടില്ലല്ലോ. അങ്ങനെ നേരെ അന്ന് രാത്രി അവിടെ കിടന്ന് രാവിലെ വീട്ടിൽ പോയി ഡ്രസ്സെല്ലാം എടുത്ത് 2-3 ദിവസം അവിടെ തന്നെ താമസിച്ച് അതിൻ്റെ ഇടയിലെ പാസ്റ്ററും TC വർഗീസ് എന്ന് പറയും പാസ്റ്റർ, അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ എനിക്ക് ബോധ്യപ്പെടുത്തി തന്നു. എൻ്റെ അവസ്ഥ എന്താണ്, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന വിഷയത്തെക്കുറിച്ചൊക്കെ തന്നെ വളരെ വിശദമായി മനസ്സിലാക്കി തരികയും അവിടെ വെച്ച് തന്നെ എൻ്റെ പാപം ഏറ്റുപറഞ്ഞ് കർത്താവായ യേശുക്രിസ്തുവിനെ എൻ്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാനുള്ളതായ സാഹചര്യം അവിടുന്ന് തമ്പുരാൻ ഒരുക്കി തന്നു. ഹല്ലേലൂയ. എത്ര നല്ലവനാണ് ദൈവം എന്നുള്ളതായ ബോധ്യം അതിലൂടെ എനിക്ക് ലഭിച്ചു. എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടായി. മദ്യപാനം എല്ലാം മാറി, പുകവലി മാറി, ജീവിതം സ്വസ്ഥമായി സമാധാനമായി, പ്രശ്നമുണ്ടാക്കാതെയായി, വീട്ടിൽ നിന്ന് വേറെ എവിടെ ഇറങ്ങാത്ത ഒരു അവസ്ഥയിലേക്കാണ് പിന്നീട് എത്തുന്നത്. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നില്ല, ഞായറാഴ്ച മാത്രം പുറത്തിറങ്ങും.
എന്ന് പറഞ്ഞതുപോലെ വാസ്തവത്തിൽ ഒരു പള്ളിയിലൊന്നും പോകത്തില്ല ഞാൻ. കാരണം എന്നെ ആരും കാണരുത്, ഞാൻ കണ്ടു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് എൻ്റെ വീട്ടുകാർ. കാരണം ചെറുപ്രായത്തില് ഈ KK അലിവേച്ചൻ എന്ന് പറഞ്ഞ ഒരാള്, അദ്ദേഹം ഇസ്ലാം മതത്തിൽ നിന്ന് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴ് അദ്ദേഹത്തിന്റെ 2 കാലും അടിച്ച് ഒടിച്ച് ചങ്ങലക്കിട്ട് അദ്ദേഹത്തിന്റെ വീട്ടുകാരെ കാന്താരി മുളക് അരച്ച് അദ്ദേഹത്തിന്റെ കണ്ണിലും മൂക്കിലും എല്ലാം തേച്ചത് ചെറുപ്രായത്തിൽ ഞാൻ കണ്ടിരുന്നു. ഞാനും അദ്ദേഹം തമ്മിലുള്ള ഏകദേശം ഒരു 25 മീറ്റർ ദൂരേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ വീട് എൻ്റെ വീടൊക്കെ. എൻ്റെ വീട് കുറച്ച് താഴെയാണ്, അദ്ദേഹത്തിന്റെ കുറച്ച് ഉയരത്തിലാണ്. അപ്പൊ വീട്ടിൽ നിന്നൊന്നും കൊടുക്കുകയല്ല അദ്ദേഹം, കാരണം ഒരു പുരോഹിത കുടുംബമാണ്. അങ്ങനെ വീട്ടിൽ എൻ്റെ വല്യമ്മ, ഉമ്മയുടെ ഉമ്മ, അദ്ദേഹത്തിന്റെ പിതാവിന് പേടിയായതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ എൻ്റെ വീട്ടിലോട്ട് നേരത്തിന് വരും. എൻ്റെ ഉമ്മ അവർക്ക് ഭക്ഷണം കൊടുക്കും. അപ്പോ ചങ്ങലക്കിട്ട ഒരു കാല് അടിച്ചു ഒടിച്ചത് കൊണ്ട് ഒരു കാലുകൊണ്ട് അദ്ദേഹത്തിന് നടക്കാനായിട്ട് പറ്റത്തില്ല. അപ്പൊ ചങ്ങല 2 ചങ്ങലയാ. അപ്പൊ ചങ്ങല ഇങ്ങനെ പൊക്കി പിടിക്കുക. അപ്പൊ ഇങ്ങനെ ഒരു കാലുകൊണ്ട് ചാടിയിട്ട് അവരെ ഇറക്കുമല്ലേ. അപ്പൊ ഞാനും എൻ്റെ പങ്ങളും കൂടെ ഓടിയിട്ട് കട്ടിലിന്റെ ചോട്ടിലോട്ട് പോയി ഒളിക്കും. അപ്പൊ അന്ന് അറിയത്തില്ല, കാരണം ഭ്രാന്തന്മാരല്ലേ വാസ്തവത്തിൽ ചങ്ങലക്ക് ഇടുന്നത്. ഇദ്ദേഹം ക്രൈസ്തവ വിശ്വാസിയായിട്ടാണ് അദ്ദേഹത്തിനെ ഉപദ്രവിക്കുന്നത് നമുക്കറിയില്ല. അപ്പൊ ഞാനും എൻ്റെ പങ്ങളും കൂടെ ചേർന്ന് ഈ കട്ടിലിന്റെ ചോട്ടിലോട്ട് അവിടെ പോയി, ഇവനെ ഞങ്ങളെ മുറ്റത്ത് തന്നെ ഈ അടുപ്പിന്റെ അടുത്ത് ഒരു വലിയ കല്ലുണ്ട്, ആ കല്ലിന്റെ മേലെ അദ്ദേഹം അവിടെ വന്നിരിക്കും. എന്നിട്ട് എൻ്റെ ഉമ്മയുടെ വർത്താനം പറയും. അവസാനം ചായയോ ഭക്ഷണമാണ് കഴിച്ചതിന് ശേഷമാണ് അദ്ദേഹം പോവുക, അദ്ദേഹത്തിന്റെ വീട്ടിലൊന്നും കൊടുക്കാത്തത് കൊണ്ട്. അപ്പൊ ഞാനും പങ്ങളും കൂടെ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും, ഈ ഭ്രാന്തനെ എഴുന്നേറ്റ് പോണേ എഴുന്നേറ്റ് പോണേ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇരുന്ന് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ ഒരു യാഥാസ്ഥിക മുസ്ലിം കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട ഞാൻ ക്രിസ്ത്യാനിയായി എന്ന് അറിഞ്ഞാൽ എനിക്ക് ലഭിക്കുന്നതായ പീഡനങ്ങളെ ഓർത്ത് ഒരു പള്ളിയിൽ പോകത്തില്ല. അതും 3-4 ബസ് കയറിയിട്ടേ ഞാൻ പോവുക. എൻ്റെ വീട്ടിൽ നിന്ന് നേരെ മലപ്പുറത്തേക്ക് ഒരു ബസ് കയറും. മലപ്പുറത്ത് നിന്ന് അവിടെ കയറി കുണ്ടോട്ടിയിൽ ഇറങ്ങും. കുണ്ടോട്ടിയിൽ നിന്ന് നേരെ കയറി രാമനാട്ടുകരയോ ഫറോക്കിലോ ഇറങ്ങും. ഫറോക്കിൽ നിന്ന് കയറി നേരെ കോഴിക്കോട് ഇറങ്ങും. അങ്ങനെ അവിടുന്ന് കാണുന്ന ഓരോ ചർച്ചിലും ഓരോ ആഴ്ചയെ പോവുക. കാരണം എന്നെ ആരും കാണാനായിട്ട് പാടില്ല. എന്നെ ഞാൻ എവിടെ പോകുന്നതെന്ന് പിന്തുടർന്ന് ആരെങ്കിലും വന്നെങ്കിലോ എന്ന് ഓർത്ത് അപ്രകാരമുള്ളതായ ഒരു അനുഭവമായിരുന്നു. അധികം താമസിയാതെ തന്നെ ഞാനിങ്ങനെ ക്രിസ്ത്യാനിയായി, ക്രിസ്തീയ പള്ളിയിലൊക്കെ പോയി. എൻ്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടായപ്പോ മദ്യപിക്കുന്നില്ല, പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നില്ല, പോലീസ് കേസ് ഇപ്പൊ ഇല്ല. വലിയ മാറ്റം അലിയുടെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഉണ്ടായത് എന്ന് അവരെ തിരക്കാൻ തുടങ്ങി, വീട്ടുകാരും നാട്ടുകാരും ഒക്കെ. അപ്പൊ അവരെ കണ്ടെത്തിയത് ഞാൻ ക്രിസ്തീയ പള്ളിയിൽ പോകുന്നുണ്ട് എന്നാണ് അവര് കണ്ടെത്തിയത്. അപ്പൊ അവരിങ്ങനെ ചിന്തിച്ചു, ഇതുവരെ KK അൽവി അച്ഛൻ പോയതുപോലെ ഇസ്ലാമിനെ തള്ളിപ്പറഞ്ഞ് ഇസ്ലാമിനെതിരായി, മുഹമ്മദിനെതിരായി കുറച്ച് കഴിയുമ്പോൾ അലിയും പ്രസംഗിക്കാനായിട്ട് തുടങ്ങും എന്നുള്ള ഒരു ചിന്ത അവരിലേക്ക് എത്തിക്കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി. എൻ്റെ കൂട്ടുകാരൊക്കെ അവിടെ ഇവിടെയൊക്കെ വന്നു. എന്നോട് പല ചോദ്യങ്ങളും ചോദിക്കാൻ അവരൊക്കെ പറഞ്ഞു ഇങ്ങനെ ഒഴിവാക്കി. അങ്ങനെയാണ് നമ്മളെ പുരോഹിതൻ ഭവനത്തിൽ വന്നു. പുരോഹിതൻ വീട്ടിൽ വന്നിട്ട് ചോദിച്ചു, അലി, നീ ഇപ്പൊ ക്രിസ്ത്യാനികളുടെ കൂടെയാണ് ജീവിക്കുന്നത്, ക്രിസ്ത്യാനികളോട് കൂടെ പള്ളിയിലൊക്കെ പോകുന്നു എന്നാണല്ലോ നിന്നെ കുറിച്ച് എല്ലാരും പറയുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ നമ്മള് ഇങ്ങനെ മൂക്ക് പിടിക്കുന്നത് പോലെ ഞാൻ പറഞ്ഞു, ഞാനിപ്പോ മദ്യപിക്കുന്നില്ല, പുകവലിക്കുന്നില്ല, ആരുമായി പ്രശ്നം ഉണ്ടാക്കുന്നില്ല, ഇടക്കിടക്കൊക്കെ ക്രിസ്തീയ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നൊക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞോടുകൂടെ തന്നെ ഒരൊറ്റ അടിയായിരുന്നു. അടിച്ച അടിയിൽ എനിക്ക് വാസ്തവത്തിൽ ദേഷ്യം വന്നു. പുരോഹിതനാണെന്ന് നോക്കുകയില്ല, അടിക്കാനായിട്ട് കൈ ഞാനങ്ങ് ഉയർത്തിയോടുകൂടെ കർത്താവ് ക്രൂസിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണം എന്ന് പറയുന്ന ആ ഒരു വാക്ക് എൻ്റെ മനസ്സിലേക്ക് കടന്നു. അടിക്കാനായി ഉയർത്തിയ കൈ ഞാൻ എന്ത് ചെയ്തു? നേരെ താഴെ ഇട്ടു.
ഞാൻ മൗനമായിരുന്നു. പിന്നെ അദ്ദേഹം പറയുന്ന കാര്യത്തിനൊന്നും മറുപടി, അദ്ദേഹം ഇതുപോലെ തെറി ഒരു പുരോഹിതൻ പറയുന്നത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അത്രമാത്രം സൗമ്യമാണ് എന്നൊക്കെ മദ്രസയിൽ പഠിച്ചിരുന്നു. പക്ഷേ ഒരു വ്യക്തി മതം വിട്ടു പോയപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയതായ കാര്യങ്ങൾ, ജീവിതത്തിൽ ഇതുപോലെ ആർക്കും കേൾക്കാൻ പറ്റാത്തതായ ഒരു വാക്കുകളാണ് അത് ഉപയോഗിച്ചത്, ശാപവാക്കുകൾ. അദ്ദേഹം തിരിച്ചുപോയി. ആ വെള്ളിയാഴ്ച അദ്ദേഹം കുത്തുബയിലിരുന്ന്, നമ്മൾ പ്രധാന പ്രസംഗം പോലെ ഞായറാഴ്ച, ആ പ്രസംഗത്തിൽ മെയിനായിട്ട് എന്നെ കുറിച്ചായിരുന്നു. അലി ക്രിസ്ത്യാനിയായി, കെ അലി വെച്ചും പോയതുപോലെ അലി ക്രിസ്ത്യാനിയായി, ഇന്നൊരു ക്രിസ്ത്യാനിയായി മാറിയിരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹം മുഹമ്മദിനെ കുറിച്ചും ഇസ്ലാമിനെ കുറിച്ചും ഖുർആനെ കുറിച്ചൊക്കെ അദ്ദേഹം എതിരായി പ്രസംഗിക്കാനായിട്ട് തുടങ്ങും. അപ്പൊ അതുകൊണ്ട് മുളയിൽ നിന്ന് തന്നെ നുള്ളണം എന്ന് പറഞ്ഞാൽ എന്നെ കൊല്ലണം. ഇസ്ലാമിലെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇസ്ലാമിനെയും ഇസ്ലാം സമൂഹത്തെയും വിട്ടുപോകുന്നവനെ വധിക്കണം, വധിക്കുന്നവർക്ക് സ്വർഗം ലഭിക്കുമെന്ന് വളരെ വ്യക്തമായി എഴുതിയത് കൊണ്ട് ഞാൻ ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചത് കൊണ്ടും ഇസ്ലാം വിട്ടുപോയത് കൊണ്ടും എന്നെ കൊല്ലണം എന്നുള്ള ആ ഒരു ചിന്ത, ആ ഫത്വ അവിടെ വെച്ച് അവര് ആ വെള്ളിയാഴ്ച തന്നെ, അതും ഒരു വാളെടുത്തുകൊണ്ടാണ് അവരെ പ്രസംഗിക്കുക. ആ വാളെടുത്തുകൊണ്ട് തന്നെ എനിക്ക് വേണ്ടി ആ നിയമം അവരോട് പാസ്സാക്കി എന്നെ കൊല്ലാനായി. ഇത് ഞാൻ അറിഞ്ഞു. ഇത് ഞാൻ അറിഞ്ഞപ്പോഴേ ഞാൻ അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ്. അവിടെ പാസ്റ്റർ എന്നെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി താമസിപ്പിക്കാൻ ഏൽപ്പിച്ചു. അത് പെരുമ്പാവൂരുള്ളതായ പെനിയൽ ബൈബിൾ സെമിനാരിയിലായിരുന്നു. കുറച്ചു കാലം ബൈബിള് പഠിക്കുകയും ചെയ്യാം, അവിടെ രക്ഷ കിട്ടും, ആരും അറിയില്ല എന്ന് പറഞ്ഞ് എന്നെ അവിടെ കൊണ്ടുപോയി അവരെ ഏൽപ്പിച്ചു. കുറച്ചു ദിവസം മുമ്പോട്ട് പോയപ്പോ കക്കൂസൊക്കെ കഴുകണമെന്ന് പറഞ്ഞപ്പോ എനിക്കത് അംഗീകരിക്കാനായിട്ട് പറ്റത്തില്ല. കാരണം നമ്മൾ ആ രീതിയിൽ ജീവിച്ചതാണ്, ഒരു ശുശ്രൂഷയാണെന്ന് നമുക്കറിയത്തില്ല. അത് പറഞ്ഞ് മനസ്സിലാക്കി തരികയായിരുന്നെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. അത് കണ്ടു കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെ നിൽക്കുന്നില്ല, എനിക്ക് കക്കൂസൊന്നും കഴുകാൻ പറ്റില്ല, ഞാൻ അന്തസ്സുള്ള ഒരു കുടുംബത്തിൽ ജനിച്ച ആളാണ്, എനിക്ക് കക്കൂസ് കഴുകാനും അടിച്ചു വാരാനൊന്നും എനിക്ക് കഴിയത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ അവിടുന്ന് എന്ത് ചെയ്തു, ഞാൻ അവിടുന്ന് പോന്നു. കുറച്ചു കാലം ആയല്ലോ, ഇപ്പൊ അതൊക്കെ മറന്നു കാണുമെന്ന് ഞാൻ വിചാരിച്ചു. വീട്ടിലോട്ട് തിരിച്ചു വന്നു. ആ ഒരു വെള്ളിയാഴ്ച ഏകദേശം ഒരു 5-8 മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വിചാരിച്ചതൊക്കെ മറന്നു കാണും, എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടാണ് വീട്ടിലോട്ട് ഞാൻ തിരിച്ചു വന്നത്. ആ വെള്ളിയാഴ്ച എന്നെ കുറിച്ച് വീണ്ടും ഞാൻ വീട്ടിലോട്ട് തിരിച്ചു വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് എൻ്റെ 2 അമ്മാവന്മാരും അവരുടെ ഭാര്യമാരും കൂടെ വീട്ടിൽ വരിക. വീട്ടിൽ വന്നു, എന്നോട് പറഞ്ഞു, മോനെ നീ വീണ്ടും പൊന്നാനിയിൽ പോണം, നീ ഇസ്ലാം മതം സ്വീകരിക്കണം, നീ ഇപ്പൊ ചെയ്തിരിക്കുന്നത് നമ്മളെ മതത്തിന് വളരെ അപമാനകരമായ ഒരു കാര്യമാണ്, നീ ഇപ്പൊ കാഫിറാണ്. കാഫിർ എന്ന് പറഞ്ഞാൽ അവിശ്വാസിയേക്കാൾ വലിയ ഒരു ഭാഗമാണ് അതിന് കൊടുത്തിരിക്കുന്നത്, അവിശ്വാസിയാണ്. ഇന്ന് നീ മരിച്ചു കഴിഞ്ഞാൽ നരകത്തിലേ പോകുകയുള്ളൂ, കാഫിറായി മാറിയിരിക്കുകയാണ്, നീ മാറണമെന്ന്. ഞാൻ പറഞ്ഞു, ഇതുവരെ ഞാൻ മദ്യപിച്ച് അവിടെ ഇവിടെയൊക്കെ കിടന്നപ്പോൾ 10-34 കേസ് എന്റെ പേരിലുണ്ടായിരുന്നു. ആ കേസ് വന്നപ്പോൾ എന്തിനാണ് മോനെ നീ ഇങ്ങനെ മദ്യപിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, അടിപിടി ഉണ്ടാക്കുന്നത്, വഴക്കുണ്ടാക്കാനായിട്ട് പോകുന്നത് എന്ന് ഇന്ന് വരെ നിങ്ങൾ ഇതുവരെ ചോദിച്ചില്ലല്ലോ. ഇപ്പോഴാണോ? ഇപ്പൊ ഞാൻ മദ്യപിക്കുന്നില്ല, പുകവലിക്കുന്നില്ല, എന്റെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ട്, സ്വസ്ഥതയുണ്ട്, സമാധാനമുണ്ട്, പ്രത്യാശയുണ്ട്. ഇപ്പോഴാണോ ഞാൻ നന്നാകേണ്ടതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? ഒരൊറ്റ ചവിട്ടായിരുന്നു. ഞാൻ വേറൊരു അമ്മാവനോട് ഇപ്പുറത്ത് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോ ഇങ്ങേപ്പുറത്തുള്ള ഒരു അമ്മാവ് ഒരൊറ്റ ചവിട്ടായിരുന്നു ആവി. അതോടുകൂടെ ഞാൻ താഴെ വീണു. എനിക്ക് ശ്വാസം കിട്ടുന്നില്ല, അത്രമാത്രം അറിയാതെയാ ഈ കിട്ടുന്ന ചവിട്ട്. ഞാൻ അവിടെ കിടക്ക, എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. ചില സെക്കൻഡുകൾ കഴിഞ്ഞ്, മിനിറ്റുകൾ കഴിഞ്ഞാണ് എനിക്ക് വാസ്തവത്തിൽ തന്നെ ശ്വാസം തന്നെ ശരിക്ക് കിട്ടുന്നത്. എന്നെ വളരെ ശപിച്ച്, ചെറുപ്രായത്തിൽ തന്നെ എൻ്റെ അമ്മ പോയത് നിന്റെ ഗുണം കൊണ്ടാണ്, നിന്റെ ജനത ശപിച്ചവര് വളരെയധികം വാക്കുകൾക്ക് ഉപയോഗിച്ച്
അവരെ തിരിച്ചു പോയി. ഞാൻ അവിടെ തന്നെ ഇരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോ മൂത്രം ഒഴിക്കണം എന്നിങ്ങനെ ഒരു തോന്നല്. അങ്ങനെ എഴുന്നേറ്റ് മൂത്രം ഒഴിക്കാനായിട്ട് പോയിരുന്നു. മൂത്രം വരുന്നില്ല. മൂത്രത്തിന് പകരം അല്പം ഇങ്ങനെ രക്തം ഇങ്ങനെ അങ്ങ് വരാൻ തുടങ്ങി. കുറേശ്ശെ ആയിട്ട്. കുറച്ച് കഴിഞ്ഞപ്പോ ഇങ്ങനെ കൂടുതലാവുകയാണ്. അത് ആയപ്പോ എൻ്റെ ഒരു ടവൽ എടുത്ത് അങ്ങ് മുറുക്കി കെട്ടിയാണ്. മുറുക്കി കെട്ടി ഒരു കൂട്ടുകാരനെ വിളിച്ചു. അവൻ എന്ത് ചെയ്തു? അവൻ എന്നോട് പറഞ്ഞു, നിന്നെ രക്ഷിക്കാനുള്ള ഒരു ഏകപ്പരും വഴി ഒരു മാത്രമേ ഉള്ളൂ. നീ ആ പെരുമ്പാവൂരിലോട്ടൊക്കെ തിരിച്ചു പോക്കോ കാര്യം. ഞാൻ പെരുമ്പാവൂരിലോട്ട് തിരിച്ചുപോയി. അവിടെ കോളേജിൽ ചെന്നു. കോളേജ് വന്ന് രാത്രിയിലെ വേദന എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അവരോട് പറയുമ്പോ അവരെന്നെ ഹോസ്പിറ്റലിലും കൊണ്ടാക്കുന്നുണ്ട്. ബ്ലഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കുറേശ്ശെ ആയിട്ട്. 2 ദിവസം കഴിഞ്ഞ ഒരു ദിവസം കഴിഞ്ഞപ്പോഴിങ്ങനെ അവർക്ക് മനസ്സിലായി, എന്നെ അവിടെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തു തന്നെ. 4 ദിവസം അവിടെ കടന്ന് ഡോക്ടർ പറഞ്ഞു, നല്ല പ്രഗത്ഭനായ ഒരു ഡോക്ടറാണ്, ഇനി എന്നെ കൊണ്ടൊന്നും കഴിയാൻ പറ്റുകയില്ല. ഇവന്റെ നാട് മലപ്പുറത്തല്ലേ, ഒരു കാര്യം ചെയ്യേ, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടാക്കുന്നു. അവിടെ 2 സ്റ്റുഡൻസിനെയും കൂട്ടി കോഴിക്കോട് പാസ്റ്ററെയും വിളിച്ച് എന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തു. അവിടെ ചെന്നപ്പോ തന്നെ അവിടെ AG ചർച്ചിലെ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു, ചർച്ചാമ്മ സിസ്റ്റർ എന്ന് പറഞ്ഞൊരു സിസ്റ്റർ. അവരെ വിളിച്ചറിയിച്ചു. അവർ ചെന്ന് കഴിഞ്ഞപ്പോ തന്നെ കാര്യങ്ങളൊക്കെ തിരക്കി. ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ്. അവരെ നേരെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി പരിശോധിച്ച് അവിടെ അഡ്മിറ്റ് ചെയ്തു. യാതൊരു മാറ്റം ഉണ്ടാകുന്നില്ല. പല ആൾക്കാരും പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി. ജീവിതത്തിൽ യാതൊരു മാറ്റം ഉണ്ടാകുന്നില്ല. ആഴ്ചകൾ അവിടെ കിടന്നു. പ്രശ്നങ്ങൾക്ക് യാതൊരു മാറ്റം ഉണ്ടാകുന്നില്ല. അവസാനം കഴിഞ്ഞപ്പോ ചില ആഴ്ചകൾ കഴിഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞു, ബ്രദറിനെ ഡിസ്ചാർജ് ചെയ്യാണ്, ഇത് സാവധാനെ മാറുകയുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോഴേക്കിനെ കോഴിക്കോട് AGയിലുള്ളതായ പാസ്റ്ററും വിശ്വാസികളും എനിക്ക് വേണ്ടി ഉപവാസമെടുത്ത് ഇവിടെ പ്രാർത്ഥന ആരംഭിച്ചിരുന്നു എൻ്റെ വിടുതലിനായി. അടുത്ത ദിവസം എന്നെ ഡിസ്ചാർജ് ചെയ്യണം. ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എവിടെ പോകും എന്നുള്ള ഭയം എന്നെ എങ്ങനെ അലത്തിട്ടാൻ തുടങ്ങി. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എന്നെ കൊല്ലുകയും ചെയ്യും. പിന്നെ ഞാൻ എവിടെ താമസിക്കും? എന്നെ ആര് നോക്കും? അപ്പോൾ തന്നെ 2 പേര് 2 ഭാഗത്ത് പിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ടല്ലാതെ എന്നെ എഴുന്നേൽക്കാൻ പറ്റാത്തൊരവസ്ഥയില് നമ്മൾ ബൈബിൾ വായിക്കുന്നില്ലേ, 12 വർഷക്കാല രക്തസ്രാവമുള്ളതായ സ്ത്രീ പല വൈദ്യന്മാരെയും കണ്ട് ചികിത്സിച്ചിട്ടും യാതൊരു ഭേദവും വരാതെ വളരെ പ്രയാസപ്പെട്ട് പോകുന്ന ഒരു അനുഭവത്തെ മാർക്കോസിന്റെ സുവിശേഷത്തിൽ വായിക്കുന്ന ആ അനുഭവത്തിലേക്ക് ഞാനിങ്ങനെ വന്നു. അടുത്ത ദിവസം ഇങ്ങനെ അതിൻ്റെ ഇടയില് മുസ്ലിങ്ങളുടെ പരിഹാസങ്ങൾ. മെഡിക്കൽ കോളേജിലെ വലിയൊരു ഗ്രൂപ്പ് ആൾക്കാർ മുസ്ലിങ്ങളാണ്. ഏകദേശം 55% ആൾക്കാരും മുസ്ലിങ്ങളാണ്. അപ്പൊ ഒരു ഭാഗത്ത് പറയുമ്പോൾ മുസ്ലിം ആയിരുന്നു, ക്രിസ്ത്യാനിയായപ്പോ നാട്ടുകാരും വീട്ടുകാരൊക്കെ അടിച്ചു കുത്തി ഈ കൊലത്തിലായി, ഇപ്പൊ എഴുന്നേൽക്കാനും പറ്റില്ല, ആ അവസ്ഥയിൽ കിടക്കാണെന്നുള്ള പരിഹാസം. അപ്പൊ എൻ്റെ മനസ്സിൽ വളരെ നീറിങ്ങനെ ഇരിക്കുകയാണ്. എന്തുകൊണ്ടാ? ഒരു ഭാഗത്ത് പറയുന്നു, നീ എന്തിനാ ക്രിസ്ത്യാനിയായത്? ക്രിസ്ത്യാനിയായിട്ടല്ലേ ഇത്രമാത്രം കഷ്ടപ്പാടും ദുഃഖങ്ങളും വേദനകളും പീഡനങ്ങളും കേൾക്കേണ്ടതായിട്ട് വന്നത്? ഒരു ഭാഗത്ത് പറയുന്നു, നിന്റെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിൽ വിശ്വസിക്കുക, പിതാവിലും വിശ്വസിക്കുക എന്നൊരു ഭാഗത്ത് പറയുമ്പോൾ സാത്താൻ ഒരു ഭാഗത്ത് പറയാ, നീ ഈ കറുത്ത പുസ്തകം പിടിച്ചത് കൊണ്ടല്ലേ ഈ കഷ്ടപ്പാടും ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളൊക്കെ നീ അനുഭവിക്കേണ്ടതായിട്ട് വന്നത്. അങ്ങനെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയമായി. അവസാനം ഞാനൊരു തീരുമാനം എടുത്തു, ഏതായാലും ഡിസ്ചാർജ് ചെയ്യാം. അന്ന് രാത്രിയില് എൻ്റെ ബെഡിൽ നിന്ന് ആ ബെഡ്ഷീറ്റ് എടുത്ത് എങ്ങനെയൊക്കെയോ താഴെയിട്ട് മുട്ടുകുത്തി കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവേ, അങ്ങ് മരിച്ചവരെ ഉയർത്തിയിട്ടുണ്ടല്ലോ, രോഗികളെ സൗഖ്യമാക്കിയിട്ടുണ്ട്. 38 വർഷക്കാലം കുളക്കടയിൽ കിടന്ന വ്യക്തിയെ സൗഖ്യമാക്കി കർത്താവ്. അങ്ങൊന്ന് കൽപ്പിച്ചാൽ മതി, ഞാൻ സൗഖ്യം കിട്ടും. എനിക്ക് കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയതോടുകൂടെ എൻ്റെ കട്ടിലിന്റെ ചുറ്റും ആൾക്കാർ വളഞ്ഞു. എല്ലാം മുസ്ലിങ്ങളാണ്. അവർ വീണ്ടും പറയാൻ തുടങ്ങി, ഇവൻ മുസ്ലിം ആയിരുന്നു, ഇവൻ ക്രിസ്ത്യാനിയായപ്പോൾ വീട്ടുകാരും നാട്ടുകാരും കൂടി ഈ കോലത്തിലാക്കി.
ഇവിടെ കടന്നതോടുകൂടെ ഇവന് മാനസിക വിഭ്രാന്തി ഉണ്ടായി. കാരണം ഇങ്ങനെ ഒരു പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം ഇസ്ലാമിലില്ലല്ലോ. അപ്പൊ സിസ്റ്റർമാരൊക്കെ ക്രിസ്ത്യാനികളോ ഹൈന്ദവരോ ആണ്, ഡോക്ടർമാരിൽ മിക്കവാറും പേരൊക്കെ. ഞാൻ കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി അവിടെ വെച്ച. രണ്ട് കാര്യമാണ് ദൈവത്തോട് പറയുന്നത്. അല്ലെങ്കിൽ എനിക്കിന്നെ സൗഖ്യമാക്കണം, നീ അനേകരെ സൗഖ്യമാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ നീ എൻ്റെ ജീവനെ അവിടുന്ന് എടുക്കണം. ഞാൻ വീട്ടിലോട്ട് ചെന്നാൽ അവരെൻ്റെ രണ്ട് കൈയും കാലൊക്കെ അടിച്ചു ഓടിച്ചു, അലുവച്ചനെ അടിച്ചതുപോലെ. അപ്പൊ അതുകൊണ്ട് എനിക്കൊരു വിടുതൽ തരണം, അല്ലെങ്കിൽ എൻ്റെ ജീവനെ നീ എടുക്കണം. അപ്പൊ ഡോക്ടർമാര് വിധി ചെയ്തിരിക്കുന്ന ഇവന് കൂടുതൽ ആയുസ്സൊന്നുമില്ല, ആ അവസ്ഥയിലാണ് വിധി ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഡിസ്ചാർജ് ചെയ്യും, എന്നെ ആശ്വസിപ്പിക്കാനാ പറയുന്നത്, ഇത് സാവധാനേ മാറുകയുള്ളൂ എന്നുള്ളത്. എത്ര സമയം പ്രാർത്ഥിച്ചു എന്നറിയത്തില്ല. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയാണ്, കണ്ണീര് ധാരധാരയായിട്ട് ഒഴുകുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു നേൽ എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വന്നിട്ട് എന്നോട് ചോദിക്കുകയാണ്, മകനെ നീ എന്തിനാണ് കരയുന്നത്? അപ്പൊ അത് യേശു ആണെന്ന് എനിക്ക് വാസ്തവത്തിൽ അറിയത്തില്ല. എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഇല്ലല്ലോ. അങ്ങനെ ഒരു വ്യക്തമായ ഒരു ബൈബിൾ പഠനമോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. ആർക്കും അങ്ങനെ പ്രത്യക്ഷപ്പെട്ടതായ കാര്യങ്ങളൊന്നുമില്ല. നീ എന്തിനാണ് കരയുന്നത് എന്നോട് ചോദിക്കുക. ഞാൻ പറഞ്ഞു, എനിക്ക് ഇങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യങ്ങള്. നീ എഴുന്നേൽക്കാൻ പറഞ്ഞു എന്നോട്. ഞാൻ പറഞ്ഞു, എനിക്ക് എഴുന്നേൽക്കാൻ കഴിയത്തില്ല. കാരണം രണ്ട് പേര് എന്നെ പൊക്കാതെ എനിക്ക് എഴുന്നേൽക്കാനായിട്ട് എനിക്ക് പറ്റുകയില്ല. എഴുന്നേൽക്കാൻ പറഞ്ഞു. വീണ്ടും ഞാൻ പറഞ്ഞു, വീണ്ടും അങ്ങനെ എന്റെ കൈ പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു എഴുന്നേൽക്കുക എന്ന് പറഞ്ഞ് എന്നെ പിടിച്ചങ്ങ് പൊക്കി. ഞാൻ അവിടെ കിടന്ന് തുള്ളി ചാടാനൊക്കെ ആയിട്ട് തുടങ്ങി. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം അത്ഭുതം ചെയ്യുന്നു എന്ന മനസ്സിലാക്കി അവിടുന്നാണ് ചാടിക്കളിക്കാൻ തുടങ്ങിയപ്പോഴേക്കും അവിടെ ഭയങ്കര പ്രശ്നമായി. മുസ്ലിങ്ങളൊക്കെ കൂടി, സിസ്റ്റർമാര് വന്നു, ഡോക്ടർമാര് വന്നു. ഞാനിങ്ങനെ തുള്ളി ചാടിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇവരെല്ലാം ഇത് കണ്ടുകൊണ്ടിരിക്കുക. ഞാൻ അവിടെ കിടക്കുന്നതും രണ്ടുപേര് എഴുന്നേൽപ്പിച്ചിട്ടല്ലാതെ എനിക്ക് എഴുന്നേൽക്കാനായിട്ട് പറ്റാത്തതായ ആ സാഹചര്യങ്ങളൊക്കെ വാസ്തവത്തിൽ ഇവരെല്ലാം കണ്ടുകൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ കിടന്ന് ചാടി തുള്ളി ചാടുക. വളരെ തുള്ളിച്ചാടിയിട്ട് അപ്പോഴേക്കും സിസ്റ്റർമാര് വന്നു, എന്നെ അങ്ങോട്ട് കൊണ്ടുപോയി അവരെ ക്യാബിനിലോട്ട് കൊണ്ടുപോയി പരിശോധിച്ച് കഴിഞ്ഞപ്പോ ഈ ബ്ലീഡിംഗ് ഒക്കെ പൂർണ്ണമായി ഒഴുകിക്കൊണ്ടിരുന്ന രക്തമൊക്കെ പൂർണ്ണമായി ആരോഗ്യത്തോടെ കർത്താവ് സൗഖ്യം നൽകിയതാണെന്ന് എനിക്ക് വാസ്തവത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ സിസ്റ്റർ പറഞ്ഞപ്പോഴേ. അത്ഭുതം അവിടെ ദൈവം ചെയ്യുകയായിരുന്നു. അതോടുകൂടെ ഇവർക്ക് വലിയൊരു സാക്ഷ്യം തന്നെ അവർ അത്രയും മുസ്ലിങ്ങളുടെ ഇടയിൽ വെച്ച് പറയുവാൻ തക്കണം വലിയവനായ ദൈവം അവിടെ അത്ഭുതം ചെയ്യുക എന്നുള്ളതാണ്. അടുത്ത ദിവസം ഇതുപോലെ ഞാൻ ഡിസ്ചാർജ് ആവുകയാണ്. എൻ്റെ ഇടയിൽ എൻ്റെ ഒരു കൂട്ടുകാരൻ വന്നു. എൻ്റെ ഒരു കൂട്ടുകാരൻ വന്നിട്ട് ചോദിക്കുകയാണ്, ഡിസ്ചാർജ് പുറത്തിറങ്ങാനായിരിക്കുമ്പോഴാണോ വരുന്നത്, നീ വീട്ടിൽ ചെന്നാൽ നിന്റെ രണ്ട് കൈയും കാലും അടിച്ചൊടിച്ച് ഒരു റൂമിലിട്ട് നിനക്ക് ചെലവിന് തരാൻ പള്ളി കമ്മിറ്റിക്കാരും നിന്റെ കുടുംബക്കാരും ബന്ധുക്കളും എല്ലാം തീരുമാനം എടുത്തിട്ടുണ്ട്. പൂർണ്ണ പ്രത്യാശയോടെ വിശ്വാസ ദൈവത്തിൽ ആശ്രയിച്ച് ഞാൻ കണ്ണടച്ച് അവിടെ നിന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഞാൻ എന്ത് ചെയ്യണം, ഇനി വീട്ടിലേക്ക് ഞാൻ പോയാൽ എന്നെ അവർ കൊല്ലുമെന്നുള്ള കാര്യം ഉറപ്പാ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോ ഒരു വാക്യം എൻ്റെ മനസ്സിലേക്ക് വന്ന, കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഓടിപ്പോവുക, ഞാൻ പറയുന്നത് വരെ നീ അവിടെ താമസിക്കും. വാസ്തവത്തിലെ അർത്ഥമൊന്നും എനിക്കറിയത്തില്ല. ഒരു കാര്യം മനസ്സിലായി, ഞാൻ ഓടിപ്പോകാനാണ്, വീട്ടിലോട്ട് തിരിച്ചു ചെല്ലാതെ വേറെ എവിടെ ഓടിപ്പോകാനാണ് തമ്പുരാന്റെ ആലോചന എന്ന് എനിക്ക് വാസ്തവത്തിൽ അത്രമാത്രം മനസ്സിലായുള്ളൂ. അപ്പൊ ഞാൻ എവിടെ പോകണമെന്ന് ഇങ്ങനെ ചിന്തിച്ചു. അങ്ങനെ ഇരിക്കുമ്പോ ഒരു അമ്മാവൻ കൊടകിലുണ്ട് എൻ്റെ. നേരെന്ത് ചെയ്തു, അവൻ കുറച്ച് യുക്തിവാദിയെ കൂടിയിരിക്കുക. പൂർണ്ണ ഒരു മുസ്ലിം അല്ല, അത്ര ഒരു യുക്തിവാദി അല്ല, എന്നാൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ വിശ്വസിക്കാത്ത അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോകാം എന്നുള്ളൊരു തീരുമാനം ഞാൻ എടുത്തു. തീരുമാനം എടുത്ത് ഞാൻ നേരെ അവിടെ എത്തി, കൊടകിലെത്തി. ആ കൊടകിലുള്ള ആ ഭാഗങ്ങളിലൊക്കെ കൂടുതൽ മുസ്ലിങ്ങളാണ്. അധികം താമസിയാത്ത ഒരു 5-8 മാസം അവിടെ താമസിച്ചോടുകൂടെ ഇവരൊക്കെ മനസ്സിലായി ഞാൻ ഇങ്ങനെ ക്രിസ്ത്യാനിയായി എന്നൊക്കെയുള്ളതായ കാര്യങ്ങളൊക്കെ ഇവർക്ക് മനസ്സിലായി. അവിടുന്ന് പീഡനങ്ങളൊക്കെ തുടങ്ങി. അതോടുകൂടെ തന്നെ അവിടുന്ന് രക്ഷയില്ലാതെ
നേരെ ഞാൻ പോരുകയാണ്. നേരെ ഞാൻ പോന്ന് എങ്ങനെ മുമ്പോട്ട് പോകണം എന്നറിയില്ല. ആ ദിവസങ്ങളൊക്കെ ജീവിച്ച കാര്യം എന്ന് പറയുന്നത്, നാട്ടിൽ തന്നെ ഞാൻ വന്ന് മലപ്പുറം ജില്ലയിൽ തന്നെ പലയിടങ്ങളിലൊക്കെയാണ് താമസിച്ചത്. ആഹാരമില്ല, കുളിയില്ല, വസ്ത്രമില്ല. ആഹാരം എന്ന് പറയുന്നത് ഈ പൈപ്പിൽ നിന്ന് ഫ്രീ ആയിട്ട് ഒഴുകി വരുന്ന വെള്ളം മാത്രമേ ഉള്ളൂ. അത്രമാത്രം കഷ്ടതകളിലൂടെയാണ് അങ്ങനെ കടന്നു പോകുന്നത്. ഭയം ഒരു ഭാഗത്ത്, അതുപോലെ തന്നെ ആഹാരമില്ലാത്തൊരവസ്ഥ മറ്റൊരു ഭാഗത്ത്. അങ്ങനെ ഒരു പകല് കിടന്നുറങ്ങുന്നെന്ന് പറയാം റെയിൽവേ സ്റ്റേഷനിലോ ഏതെങ്കിലും കടയുടെ തിണ്ണയിലൊക്കെയാണ് വാസ്തവത്തിൽ ചെലവഴിക്കുന്നത്. അങ്ങനെ അങ്ങ് മുമ്പോട്ട് പോയി അങ്ങനെ ഇങ്ങനെ ഒരിക്കൽ ഇങ്ങനെ വെള്ളം പോലും കിട്ടാത്ത ഒരവസ്ഥയിൽ ഇങ്ങനെ നടന്ന് ഇങ്ങനെ അങ്ങ് വരിക. ഒരു ഓവുപാലം കണ്ടു. ആ ഓവുപാലത്തിന്റെ മേലെ അവിടെ വന്നിരുന്നു. ഇനി നടക്കാൻ ഒരു പൊടി പോലും നടക്കാൻ വയ്യ, വെള്ളം പോലും കിട്ടാനില്ല. വായെല്ലാം ഉണങ്ങി ആ ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ഒന്ന് കിടന്നാ മതി എവിടെയെങ്കിലും. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി, ആരും വരുന്നില്ലെന്ന് കണ്ടപ്പോ നേരെ ആ ഓവുപാലത്തിന്റെ ചോട്ടിലോട്ട് ഞാൻ അങ്ങ് കിടന്നു. പോയത് മാത്രമേ അറിയത്തുള്ളൂ. അവിടെ കിടന്ന് അങ്ങ് ഉറങ്ങി. പിറ്റേ ദിവസം ആ സൂര്യകിരണങ്ങൾ ഇങ്ങനെ മുഖത്തേക്ക് അടിച്ചപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഉണരുന്നത്. അവിടെ ഇങ്ങനെ കിടന്ന് 2 മിനിറ്റ് നേരം കിടന്നതിന് ശേഷം അപ്പുറത്തിപ്പുറത്തൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കി. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു നോക്കിയപ്പോ എന്നെക്കാൾ നീളമുള്ള ഒരു പാമ്പിന്റെ വള അവിടെ കിടക്കുന്നു. ചാടി എഴുന്നേറ്റ് പുറത്തിറങ്ങിയാൻ നെഞ്ചത്ത് കൈ വെച്ചിട്ട് പറഞ്ഞ, കർത്താവേ, കഴിഞ്ഞ രാത്രിയില് ഈ പാമ്പിന്റെ സങ്കേതത്തിലായിരുന്നല്ലോ ഞാൻ കിടന്നുറങ്ങിയത്. തമ്പുരാൻ എന്നോട് പറഞ്ഞു, മോനെ, ഈ പാമ്പിന്റെ സങ്കേതത്തിലായിരുന്നില്ല നീ കിടന്നുറങ്ങിയത്, എന്റെ വിശാലമായ ചിറകടിയിലാണ് കഴിഞ്ഞ രാത്രിയിൽ നീ ചെലവഴിച്ചത് എന്ന് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ എനിക്കിടയായി. ദൈവം എത്ര നല്ലവൻ. ടേസ്റ്റ് ആൻഡ് സീ ദാറ്റ് ദ ലോർഡ് ഈസ് ഗുഡ്. ദൈവം നല്ലവനാണെന്ന് രുചിച്ചറിയ ഓരോ ദിവസവും ദൈവം ഇങ്ങനെ അത്ഭുതകരമായിട്ട് നടത്തി. ഒരു നാളും കൈവിടാത്തവനായത്, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, ലോകാവസാനം വരെയും കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ കർത്താവ്. ഓരോ ദിവസവും ആഹാരമില്ലെങ്കിലും വസ്ത്രമില്ലെങ്കിലും കുളിച്ചില്ലെങ്കിലും ദൈവത്തിന്റെ സ്നേഹം, അവന്റെ ആഴം വീതി ഒന്നും തിട്ടപ്പെടുത്താതെ വണ്ണം ദൈവം എത്രമാത്രം നടത്തുന്നു എന്ന് മനസ്സിലാക്കുവാൻ ഓരോ ദിവസം ഇടയായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഒരു കൂട്ടുകാരി യാദൃശികമായിട്ട് വന്ന് എന്നോട് പറഞ്ഞു, എനിക്കൊരു സന്തോഷ വാർത്ത ഉണ്ടെന്ന്. ഞാൻ ചോദിച്ചു, എന്താണ്? തുറന്ന് വായിച്ചു നോക്കുന്നത്. തുറന്ന് വായിച്ചു നോക്കിയപ്പോ എൻ്റെ നഷ്ടപ്പെട്ട ജോലി നിനക്ക് തിരിച്ചു തരുന്നു എന്ന് പറഞ്ഞുള്ള ആ ലെറ്റർ ആയിരുന്നു വാസ്തവത്തിൽ എനിക്ക് തന്നത്. നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു തരുന്ന ഒരു ദൈവം. അവിടുന്ന് ഇവിടുന്നൊക്കെ പൈസ സംഘടിപ്പിച്ചു. ഞാൻ ബോംബെയിലേക്ക് തിരിച്ചുപോയി. ഞാൻ ചെന്നപ്പോൾ തന്നെ അന്ന് അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് ഞാൻ ഓർക്കുകയാണ്, നിന്റെ ജീവിതത്തിൽ ഒരു രൂപാന്തരം എന്നുണ്ടാകുന്നുവോ അന്ന് മാത്രമേ നിനക്ക് ഈ ജോലി തിരിച്ചു കിട്ടത്തുള്ളൂ. അതൊരു പ്രവചനം പോലെ എൻ്റെ ജീവിതത്തിൽ നിറവിടുകയാണ്. ആ ജോലി എനിക്ക് തിരിച്ച് കിട്ടി. ഞാൻ പ്രവേശിച്ചു. വളരെ നല്ല രീതിയിൽ തന്നെ അന്നൊക്കെ ഞാൻ പോക്കറ്റ് മണിയൊക്കെ ഇങ്ങനെ വാങ്ങിക്കുമായിരുന്നു. അതൊക്കെ നിർത്തിവെച്ചു. കൃത്യനിഷ്ഠമായിട്ട് തന്നെ നല്ല രീതിയിൽ ജോലി ചെയ്തു കഴിഞ്ഞു. കുറച്ചു കാലം കൊണ്ട് മുമ്പോട്ട് പോയപ്പോഴാണ് നേരെ ട്രാൻസ്ഫർ വരുന്നത്. പ്രൊമോഷനാണ്, ചെറിയൊരു പ്രൊമോഷനോട് കൂടെ. ആ പ്രൊമോഷനിൽ ഞങ്ങൾ 8 പേരായിട്ടുണ്ട് ആകെ. അതിൽ 4 പേര് അത്രയും ക്വാളിഫിക്കേഷൻ ഉള്ളവരാണ്. ഞാനും കൂടെ ചേർത്തപ്പോ പറഞ്ഞു, അലിയെ ഒരു രീതിയിലും അതിനകത്ത് ചേർക്കാനായിട്ട് പറ്റില്ല. അത്ര ദിവസം പുറത്തു പോയ വ്യക്തിയാണ്, അതുകൊണ്ട് എന്നെ ചേർക്കാനായിട്ട് പറ്റിയില്ലെന്ന് പറഞ്ഞു. മാനേജർ പറഞ്ഞു, പറ്റില്ല, ഇപ്പൊ ഇവിടെ വന്നതിന് ശേഷം വളരെ ക്രിസ്ത്യനിഷ്ഠതയോട് കൂടെ സത്യസന്ധമായിട്ട് തന്നെ അലി ജോലി ചെയ്യുന്നുണ്ട്, അലിയെ ഒഴിവാക്കാൻ പറ്റിയില്ലെന്ന്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നറുക്കിടാം എന്ന് പറഞ്ഞു. അങ്ങനെ 4 പേർക്കായിട്ട് നറുക്കിട്ടു. നറുക്കിട്ട് എൻ്റെ പേരായിരുന്നു വാസ്തവത്തിൽ ഒന്ന് പ്രൊമോഷനോട് കൂടെ കർണാടകയില് കുതിരമുഖ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്
ഫോർമാനായിട്ട് ഞാൻ കടന്നു വരികയാണ്. അവിടെ ജോലിയിലൊക്കെ പ്രവേശിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് തമ്പുരാൻ എന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നത് ദൈവവേലക്കാണ്, ദൈവവേല ആണ് നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതൊന്നും പറ്റുകയില്ല. കാരണം അന്ന് പൈപ്പിൽ നിന്ന് വരുന്ന വെള്ളം മാത്രം കുടിച്ച് ജീവിച്ചൊരു അനുഭവം എനിക്കുണ്ടായിരുന്നു. ആഹാരമില്ലാതെ, കുളിക്കാൻ പോലും സോപ്പില്ലാതെ, ഉടുതുണിക്ക് മറുപണിയില്ലാതെ ഞാൻ ദിവസങ്ങളോളം റെയിൽവേ സ്റ്റേഷനിലും അതുപോലെ കടയുടെ തിണ്ണത്തും ഓവുപാലത്തിന്റെ ചോട്ടിലും മറ്റൊക്കെ കടന്ന് അനുഭവിച്ചതായ ആ പീഡനങ്ങൾ എത്രമാത്രമാണെന്ന് പറഞ്ഞറിയിക്കാനായിട്ട് പറ്റാത്ത ഒരവസ്ഥ വന്നപ്പോൾ ഞാൻ പറഞ്ഞു അതൊന്നും പറ്റത്തില്ല. പല പ്രാവശ്യം ദൈവത്തിന്റെ ആ വിളി തിരസ്കരിച്ചു. അതിന് ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടാവുക, ഒരു വിരൽ അങ്ങ് ഇതിനകത്ത് ചക്രത്തിന്റെ അകത്ത് അങ്ങ് പോയി, ഇവിടുന്ന് ഇങ്ങനെ മുറിഞ്ഞങ്ങോട്ട് തൂങ്ങിയത്. മുറിഞ്ഞ് ഒരു പൊടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ തന്നെ എന്നെ മനസ്സിലേക്ക് വന്നു, ഇത് ദൈവത്തിന്റെ വഴി തിരസ്കരിച്ചതിന്റെ അപ്പം സ്നേഹിക്കുന്ന മക്കളെ തല്ലുന്നു എന്നുള്ളതായ ബോധ്യം എനിക്ക് ലഭിച്ചു. അങ്ങനെ ഞാന് ഉണ്ടായിരുന്ന ജോലി റിസൈൻ ചെയ്തു നാട്ടിലെത്തി നമുക്ക് അത്രമാത്രം വചനപരിജ്ഞാനമൊന്നുമില്ല. അങ്ങനെ 2 വർഷം കേരളത്തിലെ ഒരു ബൈബിൾ കോളേജിൽ പഠനം പൂർത്തിയാക്കുവാൻ കർത്താവ് സഹായിച്ചു. അത് കഴിഞ്ഞ് കൂടുതൽ പഠിക്കണം എന്നുള്ളൊരു താല്പര്യമൊക്കെ ഉണ്ടായി. പഠിക്കാൻ ആര് സഹായിക്കും, ആരിൽ ആശ്രയിക്കാനൊന്നും ഞാൻ പോയില്ല. തമ്പുരാനിൽ മാത്രം ആശ്രയിക്കാനായിട്ട് സമർപ്പിച്ചു. കർത്താവെ കുറച്ചും കൂടെ പഠിക്കണം എന്നുള്ള ആ പ്രാർത്ഥനയോടുകൂടെ ഇങ്ങനെ മുമ്പോട്ട് പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ബൈബിൾ സെമിനാരിയുടെ അഡ്വർടൈസ്മെന്റ് പത്രത്തിൽ കാണുന്നത്. ചെന്നൈയിലാണ്. അങ്ങനെ ഞാൻ അവർക്ക് ഒരു ലെറ്റർ അയച്ചു. ഞാൻ ഇങ്ങനെ ഇസ്ലാമിൽ നിന്നും വിശ്വാസത്തിൽ വന്ന ഒരു വ്യക്തിയാണ്, ദൈവവചനം പഠിക്കണം എന്നുള്ള വലിയ താല്പര്യം എനിക്കുണ്ട്, നിങ്ങൾ എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞു. അവരെന്നോട് പറഞ്ഞു ഇവിടെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കത്തില്ല, അഥവാ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്നത് ഇവിടുത്തെ ചർച്ചിലെ മെമ്പേഴ്സിനെ മാത്രമാണ്, താങ്കൾ ഇവിടുത്തെ ചർച്ചിൽ മെമ്പറല്ല, അപ്പൊ അതുകൊണ്ട് ഒരു മാസം 4000 രൂപ ഫീസ് വേണം, ഇവിടെ ഇത് ഡിഗ്രി ഉള്ള കോളേജാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വീണ്ടും ലെറ്റർ എഴുതി, ഞാൻ എൻ്റെ സാഹചര്യം സന്ദർഭങ്ങൾ ഇങ്ങനെയാണ്, എനിക്ക് ബൈബിൾ പഠിക്കണമെന്ന് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ് എഴുതിയപ്പോൾ വീണ്ടും അവർ എനിക്ക് എഴുതി, ബ്രദറിന്റെ സാഹചര്യങ്ങളും സന്ദർഭങ്ങളൊക്കെ ഞങ്ങൾ പരിഗണിച്ച് മാസത്തിൽ 2000 രൂപ ഫീസ് തന്നുകൊണ്ട് ബ്രദറിന് ഈ സെമിനാരിയില് ബാച്ചിലർ ഓഫ് തിയോളജി അഡ്മിഷൻ തന്നിരിക്കുന്നുണ്ട്. 2000 രൂപ പോയിട്ട് 200 പൈസ പോലും നമുക്കത് കൊടുക്കാനായിട്ടുള്ള ഒരു വഴിയില്ലായിരുന്നു. അപ്പൊ ഈ പേപ്പർ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ എന്ത് ചെയ്യും? കർത്താവെ, നീ പറഞ്ഞിട്ടാണല്ലോ ഞാൻ ജോലിയും പോലും രാജിവെച്ച് ഇറങ്ങിപ്പോന്നത്. ഇപ്പൊ 2 പ്രാവശ്യം ഞാൻ ഇവർക്ക് എഴുതി, 2 പ്രാവശ്യം ഇവര് തിരസ്കരിക്കുകയാണ്. പൈസ കൊടുത്ത് ബൈബിള് പഠിക്കാനുള്ളതായ സാഹചര്യം എനിക്കില്ല, സന്ദർഭമില്ല. എന്താ കുറച്ച് പൈസ മാത്രമേ എൻ്റെ ബാങ്ക് അക്കൗണ്ടിലുള്ളൂ, വേറെ ഇല്ല. ഞാൻ എന്ത് ചെയ്യണം? ദിവസങ്ങളോളം പ്രാർത്ഥനയോടുകൂടെ ഈ പേപ്പറും പിടിച്ച് ഇങ്ങനെ മുമ്പോട്ട് പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ലെറ്റർ എൻ്റെ കയ്യിൽ കിട്ടുന്നത്. ബ്രദറിനെ കുറിച്ച് കേട്ടു, ഇത് ഒരു ഐക്യ കൂട്ടായ്മയാണ്, എല്ലാ വിഭാഗം എക്യൂമെനിക്കൽ ഒരു കൂട്ടായ്മയാണ്, പെന്തക്കോസ്തുകാരും CSIക്കാരും മാർത്തോമക്കാരും കത്തോലിക്കരൊക്കെ അടങ്ങിയതായ ഒരു കൂട്ടായ്മയാണ് കുന്നൂര്. ബ്രദറിനെ കുറിച്ച് കേട്ടു, ബ്രദറിന്റെ അനുഭവങ്ങളൊക്കെ പങ്കുവെക്കണം വന്നിട്ട് എന്ന് പറഞ്ഞ ഒരു ലെറ്റർ ആയിരുന്നു. അങ്ങനെ ഞാൻ പോയി. അതൊരു ഞായറാഴ്ച ദിവസമായിരുന്നു. ഞാൻ പോയി. അന്ന് രാത്രിയിൽ വൈകിട്ട് എൻ്റെ അനുഭവങ്ങളൊക്കെ പങ്കുവെച്ച് പിറ്റേന്ന് രാവിലെ ഞാൻ തിരിച്ചു പോരാനായിട്ട് ഒരുങ്ങിയിരിക്കുമ്പോഴാണ് ഒരു ഫോൺ കോൾ വരുന്നത്. അപ്പൊ അദ്ദേഹം ഒരു വ്യക്തി വിളിച്ചിട്ട്, ഞാൻ താമസിക്കുന്ന വീട്ടിലോട്ടാണ് ഫോൺ വന്നത്. അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദറിനെ എനിക്കൊന്ന് കാണണം, എൻ്റെ ഭാര്യയും മക്കളൊക്കെ ഉണ്ടായിരുന്ന ഇന്നലെ കൂട്ടായ്മ, ഞാനും വരേണ്ടതായിരുന്നു, പക്ഷെ എനിക്കൊരു പ്രത്യേക ആവശ്യപ്രകാരം ഞാൻ വേറൊരിടത്തേക്ക് പോകേണ്ടതായിട്ട് വന്നു, ബ്രദറിനെ പരിചയപ്പെടണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ ട്രെയിനിന്റെ സമയമായി, പിന്നെ ഒരിക്കലേ ദൈവം അനുവദിച്ച നമുക്ക് കാണാമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു പോരാ, അടുത്ത ട്രെയിനിന് പോകാനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്യാം,
മനല്ല മനസ്സോടെ എന്നെ അവിടെയുള്ള വ്യക്തി വണ്ടിയിൽ കൊണ്ടുപോയി. കണ്ടപ്പോൾ തന്നെ വലിയൊരു എസ്റ്റേറ്റ്, തേയിലത്തോട്ടമാണ്. അതിൻ്റെ ഇടയിൽ ഒരു ഓഫീസ്, എയർ കണ്ടീഷനൊക്കെ ചെയ്ത് നല്ലൊരു ഓഫീസ്. അതിനകത്തോട്ട് കയറി എന്നോട് അദ്ദേഹം പറഞ്ഞു ഇരിക്കുമെന്ന് പറഞ്ഞു. ഞാൻ ഇരുന്ന് കുറേ കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ചു. എൻ്റെ നാട്ടുകാരും വീട്ടുകാരും അനുഭവങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം എന്നോട് അദ്ദേഹം ചോദിച്ചു, ബ്രദറിന്റെ ജീവിതത്തിൽ പ്രത്യേക എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ പ്രത്യേക ആവശ്യം. അപ്പോഴാണ് ബൈബിൾ സെമിനാരിയിൽ നിന്നും വന്നതായ ആ ലെറ്റർ എൻ്റെ പോക്കറ്റിലുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ ഓർത്തത് ഇങ്ങനെ ഉണ്ട്. ഞാനത് അദ്ദേഹത്തിന്റെ കയ്യിൽ അങ്ങ് കൊടുത്തു. അദ്ദേഹം അത് ലെറ്റർ തുറന്നു വായിച്ചിട്ട് പറഞ്ഞു, ഇത് 4 വർഷമാണല്ലോ പഠനം, അത് 4000 രൂപയാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അവർ ഡിസ്കൗണ്ട് ചെയ്ത് അത് 2000 ആക്കിയിട്ടുണ്ട്. അതിന്റെ പുറമെ ബ്രദറിന്റെ പോക്കറ്റ് മണി, ഡ്രസ്സ്, മറ്റു കാര്യങ്ങളൊക്കെ വേണമല്ലോ ഇതിനകത്ത്. ഞാൻ പറഞ്ഞു വേണം. വീണ്ടും അദ്ദേഹം കുറച്ചു നേരം കണ്ണടച്ചിരുന്നിട്ട് പറഞ്ഞു, ഈ 4 വർഷക്കാലം ബ്രദറിനെ പഠിക്കാനുള്ള എല്ലാ സാമ്പത്തിക വഴികളും ഞാൻ ഒരുക്കി തരുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ വെച്ച് ഒരു തീരുമാനം. ആ 4 വർഷക്കാലം പഠിച്ച് പുറത്ത് ഇറങ്ങുന്നത് വരെ ആ യാതൊരു വിധമായ പ്രശ്നവും, 1-ാം തീയതി ഫീസ് കൊടുക്കുന്നതിന്റെ മുമ്പ് തന്നെ 28-ാം തീയതി 27 ആകുമ്പോ എന്റെ പോക്കറ്റ് മണിയും ഫീസും കൂടെ അവിടെ എത്തും. അതിന്റെ പുറമെ അവിടുത്തെ ഒരു ബിഷപ്പ് എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു. കാരണം മാർക്കറ്റിൽ എന്നെയാണ് വണ്ടി ഓടിക്കുമായിരുന്നത്. എന്നെ വണ്ടി ഓടിച്ചോട് കൊണ്ടുപോകും. മറ്റു ആൾക്കാണെങ്കിൽ പൈസ കൊടുക്കണം, ഡ്രൈവർക്ക്. ഞാനാവുമ്പോ പൈസ കൊടുക്കണ്ട. അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും പ്രത്യേകമായ ആവശ്യം ഉണ്ടെങ്കിൽ എന്നെയും കൊണ്ടുപോകും. അപ്പൊ എന്നോട് ബിഷപ്പിന് വലിയ താല്പര്യമായിരുന്നു. അപ്പൊ പഠിച്ചു ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ആദ്യത്തെ ഓർഡിനേഷൻ എനിക്ക് തന്നു. ഞാൻ അത്രമാത്രം സ്നേഹമായിരുന്നു. 4 വർഷക്കാലം പഠിച്ചിറങ്ങിയപ്പോ എന്നോട് പറഞ്ഞു, ഞങ്ങളോട് കൂടെ ഞങ്ങളെ വിട്ടു പോകരുതെന്ന് പറഞ്ഞു. അതുവരെ ഞാനൊന്നും പറഞ്ഞില്ല. പഠിച്ചു കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, എന്റെ ശുശ്രൂഷ ഇവിടെയല്ല, അച്ഛനായിരിക്കാനുള്ള വഴിയില്ല, വിളിയില്ല എനിക്ക് സ്വന്തം സമുദായത്തിൽപ്പെട്ട വ്യക്തികളോട് സുവിശേഷം അറിയിക്കണം എന്നുള്ള താല്പര്യമാണ്. അതുകൊണ്ട് എൻ്റെ വഴി എന്ന് പറയുന്നത് കേരളത്തിലാണ്, ഞാനിവിടെ നിൽക്കുന്നില്ല എന്ന്. അത് കുറച്ച് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കർത്താവിന്റെ വിളി തിരസ്കരിച്ചതിന്റെ അനുഭവം എനിക്കുള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അത് കഴിഞ്ഞ് കേരളത്തിൽ വന്നു. അവിടെ നിന്നപ്പോൾ പിന്നീട് 1 വർഷക്കാലം കൗൺസിലിങ്ങിനെ കുറിച്ചും പഠിക്കാനുള്ളതായ ഒരു അവസരം തമ്പുരാൻ ഒരുക്കി. അതും ചെന്നൈയിൽ തന്നെയാണ്. ആ 1 വർഷക്കാലം പഠനത്തിന് കർത്താവ് അവസരം ഒരുക്കി തന്നതിന് ശേഷമായിട്ട് ആ പഠനം കഴിഞ്ഞോടുകൂടെ ഒരു പ്രത്യേക സംഘടന എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ ഒരു കാര്യം ചെയ്യ്. അപ്പൊ ഞങ്ങളൊരു 3-4 പേരുണ്ട്. ഒരു ഇന്റർവ്യൂ ഒരു 3-4 പേർക്ക് കൊടുത്തു. ആ ഇന്റർവ്യൂവില് ഞാൻ പാസ്സായി. അവരെന്നെ റേഡിയോയിൽ പ്രസംഗിക്കാനായിട്ട് അവസരം ഒരുക്കി. അങ്ങനെ 2-3 വർഷക്കാലം അങ്ങനെ മുമ്പോട്ട് പോയി. അപ്പൊ പല ചോദ്യങ്ങളും ചോദിച്ചതിന് ഇവര് മറുപടി ഒന്നും ഇവര് കൊടുക്കത്തില്ല. എങ്ങനെ മറുപടി കൊടുക്കണം ഇതിനെല്ലാം? മുസ്ലിങ്ങളാണ് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അതിനെന്ത് മറുപടി കൊടുക്കണം എന്നിങ്ങനെ ഓർത്തപ്പോ എല്ലാവർക്കും ഇങ്ങനെ ആ മറുപടി എഴുതി അയക്കാനായിട്ട് പറ്റില്ല. അപ്പൊ ഇങ്ങനെ ചിന്തിച്ചപ്പോ എന്റെ മനസ്സിലേക്ക് വന്ന ഒരു കാര്യം ചെയ്യുക, ചോദ്യത്തിന് ഒരു മറുപടി കൊടുക്കത്തക്ക രീതിയിൽ ഇന്നൊരു മാസിക പ്രസിദ്ധീകരിക്കാനായിട്ട് എന്നോട് ആവശ്യം. അങ്ങനെ ഞാനൊരു മാസിക തുടങ്ങി. ഓരോ ചോദ്യത്തിന് ഇങ്ങനെ മറുപടി കൊടുക്കാനൊക്കെ ആയിട്ട് തുടങ്ങി. ക്രൈസ്തവ വിവാഹം, ലവ് ജിഹാദ്, അപ്പൊ അടുത്ത കാലത്തൊക്കെ ആയിട്ട് ഇറക്കിയതാണ്. തീവ്രവാദം, അതുപോലെ തന്നെ തീവ്രവാദത്തിന്റെ മറ്റൊരു ഭാഗം, അങ്ങനെ പലവിധ കാര്യങ്ങളെ ഒത്തുകൊണ്ട് ഒരു മാസിക പ്രസിദ്ധീകരിക്കാനായിട്ട് തുടങ്ങി. അവരുടെ ചോദ്യങ്ങൾക്കൊക്കെ ഉള്ള ഒരു മറുപടി. അത് ചില വർഷങ്ങൾ അങ്ങനെ അങ്ങോട്ട് മുമ്പോട്ട് പോയി. അത് ഏകദേശം ഒരു 10-15ഓളം വർഷം തുടർച്ചയായി ആ മാസിക ഇങ്ങനെ പ്രസിദ്ധീകരിക്കാനും ഓരോരുത്തരും ഇങ്ങനെ ചോദിക്കാനും, ക്രൈസ്തവ ഇസ്ലാം താരതമ്യ പഠനങ്ങളാണ് കൂടുതലായിട്ട് അതിനകത്തേക്ക് ഞാൻ കൊണ്ടുവന്നത്. അങ്ങനെ കഴിഞ്ഞ കൊറോണ കാലം വരെ
ഇത് ഇങ്ങനെ പ്രസിദ്ധീകരണങ്ങൾ ഇങ്ങനെ മുമ്പോട്ട് പോയി. കൊറോണ സമയത്ത് കൊറോണ വന്നപ്പോ സാമ്പത്തികമായ ചില പ്രയാസങ്ങളൊക്കെ വന്നതോടുകൂടെ നമുക്കത് തുറക്കാനായിട്ട് പറ്റാത്ത അവസ്ഥയായി, തുടർന്ന് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തി. അങ്ങനെ അത് തൽക്കാലത്തേക്ക് അങ്ങ് സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യാദൃശികമായ ഒരു പുസ്തകം എൻ്റെ കയ്യിൽ കിട്ടുന്നത്. ദ ഡിസെപ്ഷൻ ഓഫ് അള്ളാഹ് എന്ന് പറഞ്ഞൊരു പുസ്തകം, അള്ളാഹുവിന്റെ വഞ്ചന എന്ന് പറഞ്ഞൊരു പുസ്തകം എൻ്റെ കയ്യിൽ കിട്ടുകയാണ്. അതൊന്ന് വായിച്ചു നോക്കിയപ്പോ എനിക്കിതൊന്ന് മലയാളത്തിലേക്ക് പ്രസിദ്ധീകരിച്ചാൽ കൊള്ളാമല്ലോ എന്നുള്ളൊരു വലിയൊരു ആഗ്രഹം. അങ്ങനെ ട്രാൻസ്ലേഷൻ ചെയ്തു, പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവെ, 5 പൈസ പോലും വന്ന് അത്ര സാമ്പത്തികമായ ഞെരുക്കങ്ങളിലൂടെയൊക്കെ എങ്ങനെ കടന്നു പോവുകയാണ്. കൊറോണയാണ്, നമ്മളെ പല ആൾക്കാരെ വന്ന സഹായിച്ചിരുന്നത്. കൊറോണ കൂടി അവരും ജോലി പോയി, നമുക്ക് മറ്റൊന്നും പറ്റാത്തതായ ഒരവസ്ഥയിലായി, സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവെ, ഇതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യണം, പ്രസിദ്ധീകരിക്കണം, അതിനുള്ളൊരു വഴി തുറക്കണം. അത് 1-2 രൂപ അല്ല, ലക്ഷങ്ങളാണ് വേണ്ടത് എന്നുള്ള ആ പ്രാർത്ഥന ഞാനിങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എൻ്റെ ഗ്രൂപ്പിൽപ്പെട്ട ഒരു പരിചയമുള്ള ഒരാളോട് വിളിച്ചിട്ട് ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു. എന്നോട് അദ്ദേഹം പറഞ്ഞു, ബ്രദറെ, നമുക്ക് പ്രാർത്ഥിക്കാം, ബ്രദർ വിഷമിക്കണ്ട, തമ്പുരാനോട് കഴിഞ്ഞ നാളുകളിലൊക്കെ ദൈവം തന്നെ നടത്തിയില്ലേ, ഇത് നടത്തും. അങ്ങനെ പ്രാർത്ഥിച്ച് സാറ് തന്നെ 1-2 പേരോട് പറഞ്ഞു. ആ സമയത്ത് തന്നെ ആദ്യം ആ പ്രസിദ്ധീകരിക്കുന്ന 1 ലക്ഷം രൂപയോളം ഒരാള് തന്നെ അയച്ചു തന്നു. ഞാൻ ആ പുസ്തകം ആദ്യമായിട്ട്, വലിയൊരു പുസ്തകമാണ്, ദ ഡിസെപ്ഷൻ ഓഫ് അള്ളാഹ് എന്ന് പറയും. ആ പുസ്തകം പ്രസിദ്ധീകരിക്കുവാൻ ഏകദേശം 500ന്റെ അടുത്ത് പേജുണ്ട്. പേജുള്ള ആ പുസ്തകം പ്രസിദ്ധീകരിക്കുവാൻ ഏകദേശം 5 ലക്ഷം രൂപയോളം വേണ്ടി വന്നു. തമ്പുരാൻ തന്റെ പ്രവർത്തനത്തിനായി ആവശ്യമായത് നൽകിത്തരുന്നു എന്നുള്ളത് നമുക്ക് പ്രാർത്ഥിച്ചാൽ ഉത്തരം നൽകുന്ന ഒരു ദൈവം, കൈവിടാത്ത ദൈവം, ഉപേക്ഷിക്കാത്ത ദൈവം തന്റെ പ്രവർത്തനത്തിന് വേണ്ടി ആദ്യം ആ ഒരു പുസ്തകം ഞാൻ പ്രസിദ്ധീകരിച്ചു. അത് പല മുസ്ലിങ്ങൾക്കും എഴുതി അയച്ചു കൊടുത്തു. മുസ്ലിങ്ങൾക്കെല്ലാം ഫ്രീ ആയിട്ടാണ് അയച്ചു കൊടുത്തത്. പല മുസ്ലിങ്ങൾക്കും, ക്രൈസ്തവർക്ക് മാത്രമേ പൈസ തന്നുള്ളൂ. കർത്താവ് അത്ഭുതകരമായി, അതിശയകരമായി അവിടെ പ്രവർത്തിച്ചു. അതിനുശേഷം വീണ്ടും ഒരു പുസ്തകം, സ്ത്രീയും ലൈംഗികതയും ക്രൈസ്തവ ഇസ്ലാം മതങ്ങളിൽ, സ്ത്രീകളെ കുറിച്ച് എന്തൊക്കെയാണ് ഇസ്ലാം പറയുന്നത് എന്നതിനെ കുറിച്ച് ഒരു പുസ്തകം വീണ്ടും പ്രസിദ്ധീകരിച്ചു. അതിനുശേഷം പിന്നീട് രണ്ടും ഒന്നല്ല, യേശുവും ഈസയും, ഖുർആനിൽ പറയുന്ന യേശുവും ഖുർആനിൽ പറയുന്ന ഈസയും രണ്ടാണ്, ഒന്നല്ല എന്ന് പറഞ്ഞൊരു പുസ്തകം പിന്നീട് പ്രസിദ്ധീകരിക്കുവാൻ കർത്താവ് സഹായിച്ചു. അതിൻ്റെ ഇടയിൽ തന്നെ 1-2 പുസ്തകം ഇപ്പോൾ പ്രസ്സിലുണ്ട്. പിന്നെ ഒരു ബുക്ക് ലെറ്റർ, അൽമസി ഈസ പരിശുദ്ധനാണ്, മറ്റുള്ളവരൊക്കെ പാവികളാണ്, എന്നാൽ ഈസ മാത്രമേ പരിശുദ്ധനുള്ളൂ എന്നുള്ള ആ ട്രാക്സ് പ്രസിദ്ധീകരിക്കുവാൻ ഇടയായി. കഴിഞ്ഞ ദിവസം വീണ്ടും 1-2 ബുക്ക് നമ്മളെ പ്രസ്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇതൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. അതിൻ്റെ പുറമെ തന്നെ നമ്മളെ മുസ്ലിങ്ങളുടെ ചോദ്യത്തിന് മറുപടി നൽകുന്ന മറ്റ് പല പുസ്തകങ്ങളും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയിട്ട് തന്നെ അവർക്ക്, മുസ്ലിങ്ങൾക്കായിട്ട് നമ്മളത് കൊടുക്കൊണ്ട് വന്ന ഇതാണ്. മറ്റൊന്ന് ഖുർആനും ബൈബിളും ചരിത്ര ശാസ്ത്ര വെളിച്ചത്തിൽ എന്ന് പറഞ്ഞൊരു പുസ്തകം, നല്ല പേജുള്ള വലിയൊരു പുസ്തകമാണ്. അതൊന്ന്. പിന്നീട് യോഹന്നാന്റെ സുവിശേഷത്തിന്റെ വ്യാഖ്യാനമാണ്, ജീവജലം എന്ന് പറഞ്ഞൊരു പുസ്തകം. പിന്നെ ഇസ്ലാം സംവാദം ഒരു പുസ്തകമാണ്. പിന്നെ ഇതിലൊരു 10 പുസ്തകമുണ്ട്. അവർക്ക് വേണ്ടി നമ്മൾ കറസ്പോണ്ടൻസിനായിട്ട് നമ്മൾ അടിക്കുന്നതാണത്. 10 പുസ്തകമാണ്. ഒന്ന്, പ്രവാചകന്മാരെക്കാൾ ഉന്നതൻ, യേശുവിന്റെ സവിശേഷത, അത് 1-ാം ഭാഗം. 2-ാം ഭാഗമാണ് അത്. 1-ാം ഭാഗം ഒന്ന്. അപ്പൊ 1ഉം 2ഉം ഭാഗമായിട്ട്, ഞാൻ എന്തുകൊണ്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു, ലോകപ്രസിദ്ധനായ, ലോകത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിക യൂണിവേഴ്സിറ്റി, അൽ-അസ്ഹർ യൂണിവേഴ്സിറ്റി എന്ന് പറയും, ഈജിപ്തിലെ, അവിടുത്തെ ചരിത്ര അധ്യാപകനായിരുന്നു അദ്ദേഹം. യാദൃശികമായി ബൈബിളിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങി, പീഡനങ്ങൾ അനുഭവിച്ച്
അദ്ദേഹം ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വന്നിരിക്കുന്ന, ഇപ്പൊ അദ്ദേഹത്തിന്റെ പേര് ഡോക്ടർ മാർക്ക് എന്നാണ്. അദ്ദേഹം എന്തുകൊണ്ട് ക്രിസ്ത്യാനിയായി തീർന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു പുസ്തകമാണ് പിന്നീട് അടിച്ചത്. രണ്ടാമതായിട്ട് ക്രിസ്തീയ വിവാഹം ഇസ്ലാമിക നിക്കാഹും. അബ്രഹാമിന്റെ മകളിൽ ഒരാളെ യാഗം കഴിക്കാൻ വേണ്ടി ഇസ്ഹാക്കിനെയാണോ ഇസ്മായിലിനെയാണോ എന്ന മുസ്ലിങ്ങളെ സംശയത്തിന് മറുപടി നൽകുന്ന മറ്റൊരു പുസ്തകം. യേശുക്രിസ്തുവിന്റെ കുരിശ് മരണം ചരിത്രം എന്ത് പറയുന്നു, ഖുർആൻ എന്ത് പറയുന്നു, അതുപോലെ തന്നെ അന്നത്തെ കാലത്തുള്ള ചരിത്രത്തിൽ എന്താ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മറ്റൊന്ന്, ക്രൈസ്തവർ എന്തുകൊണ്ടാണ് പരിശുദ്ധ തൃത്വത്തിൽ വിശ്വസിക്കുന്നത്. ഇസ്ലാമിക ദർശനം ക്രൈസ്തവ വീക്ഷണത്തിൽ ബൈബിൾ പ്രവചനങ്ങളിൽ അബദ്ധങ്ങളും. ക്രൈസ്തവ വിശ്വാസം പരമോന്നതം. ആ കറസ്പോണ്ടൻസ് ആയിട്ട് ഒരു 10 പുസ്തകം മുസ്ലിംസിന് വേണ്ടി അവരുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിന് വേണ്ടി നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട്. അതിന്റെ പുറമെ തന്നെ പല പുസ്തകങ്ങളും പുറത്തുനിന്ന് നമ്മൾ വാങ്ങുന്നുണ്ട്. ഇത് മീസാനലക്ക് എന്ന് പറഞ്ഞൊരു പുസ്തകമാണ്. ക്രിസ്തീയ വളർച്ച എന്ന് പറഞ്ഞൊരു പുസ്തകമാണ്. ഖുർആൻ തെറ്റുകൾക്ക് അതീതമോ എന്ന് പറഞ്ഞൊരു പുസ്തകം. ഈശുമസിഹായുടെ സുവിശേഷം എന്ന് പറഞ്ഞ അവർക്ക് വേണ്ടി പ്രത്യേകിച്ച് ലൂക്കോസിന്റെ സുവിശേഷം പ്രസിദ്ധീകരിക്കുന്നത്. പിന്നെ മുഹമ്മദ് ഈസായ്ക്ക് ഒരു മറുപടി, മീസാനിലൊക്കെ, അങ്ങനെ പല പുസ്തകങ്ങളും ഇനിയുണ്ട്. ഇതൊക്കെ നമ്മളെ പുറത്തുനിന്ന് വാങ്ങിച്ച് മുസ്ലിങ്ങൾക്കായിട്ട് നമ്മൾ അവരുടെ സംശയങ്ങളെ ദൂരീകരിക്കുന്നതിനൊക്കെയായിട്ട് നമ്മൾ ചെയ്യുന്നതായ പ്രവർത്തനമാണ്. വളരെയധികം അടുത്ത കാലത്തായിട്ട് വളരെ താല്പര്യത്തോടു കൂടെ തന്നെ മുസ്ലിങ്ങൾ പഠിക്കാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ട്. അപ്പോ ഇതിനു വേണ്ടി കേരളത്തിലും ലോകത്തിലെ എല്ലായിടങ്ങളിലുള്ളതായ ദൈവമക്കളുടെ പ്രാർത്ഥന ഉണ്ടായാൽ ഒരിക്കൽ പോലും സുവിശേഷം എത്തിയിട്ടില്ലാത്തതായ, കർത്താവ് പറഞ്ഞ എന്താണ്, മർക്കോസിന്റെ സുവിശേഷം 16:15 പറയുന്നത്, ലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കണമെന്നാണ്. പക്ഷെ സകല സൃഷ്ടിയോടും പ്രസംഗിക്കുന്ന കൂട്ടത്തില് മുസ്ലിങ്ങളെ പലപ്പോഴും ഒഴിവാക്കുന്ന ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പല ആൾക്കാരെയും കണ്ടിട്ടുണ്ട്. നമ്മൾ അവരെ സുവിശേഷം വിശ്വസിക്കത്തില്ല, അവരെ എതിർക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പാസ്റ്റർമാർ അല്ലെങ്കിൽ സുവിശേഷകരോ പോലും മുസ്ലിം ഭവനങ്ങളിലേക്ക് എത്തുകയില്ല. അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ ആണ് ഞാൻ മുസ്ലിങ്ങളിടയിലെ മാത്രം സുവിശേഷ പ്രവർത്തനം നടത്തൂ എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഞാൻ എത്തപ്പെട്ടത്. അങ്ങനെയാണ് ദൈവത്തിൽ ആശ്രയിച്ച് ഇങ്ങനെയൊക്കെയുള്ളതായ പുസ്തകങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കാനുള്ള സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഒക്കെ ഒരുക്കി കിട്ടിയതും അതുപോലെ തന്നെയാണ്. അപ്പോൾ ഒരിക്കൽ പോലും ഇന്ന് 100% ഈ 55% പോലും മുസ്ലിങ്ങൾ സുവിശേഷം കേൾക്കാത്തവരാണ്. കാരണം ആരായിരിക്കും അതിന്റെ ഉത്തരവാദി വാസ്തവത്തിൽ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. നമ്മൾ ഓരോരുത്തരല്ലേ വാസ്തവത്തിൽ അതിന്. അപ്പോ സകല സൃഷ്ടിയോടും സുവിശേഷം പറയണമെന്ന് പറയുമ്പോൾ മുസ്ലിങ്ങൾ അത് ഏർപ്പെടുവോ എന്നൊക്കെ നമ്മൾ വാസ്തവത്തിൽ ചിന്തിക്കേണ്ടതായിട്ട്. അപ്പൊ അതുകൊണ്ട് നമ്മളെ മുസ്ലിംസിനോട് സുവിശേഷം അറിയിക്കണം, അറിയിച്ചേ മതിയാകും. കർത്താവ് പറഞ്ഞാൽ ലോക അവസാനത്തോളം ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, ഞാനാണ് വഴിയും സത്യവും ജീവനും, എന്നിലൂടെ അല്ലാതെ ആർക്കും പിതാവിന്റെ അടുക്കലേക്ക് എത്താനായിട്ട് സാധ്യമല്ല. അപ്പോ ഒരേ ഒരു വഴിയേ ഉള്ളൂ. ആ വഴി നമ്മൾ മറ്റുള്ളവർക്ക് അടച്ചു കളയരുത്. അതിനോട് ചേർന്ന് വിശുദ്ധ പത്രോസ് എന്താ പറഞ്ഞത്? മറ്റൊരുത്തനിലും രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട മറ്റൊരു നാമം പോലുമില്ല. അപ്പൊ അതുകൊണ്ട് ആ ദൗത്യം ഞാൻ ഏറ്റെടുത്തു. കർത്താവ് തരുന്ന കൃപയ്ക്കനുസരിച്ച് ആ പ്രവർത്തനം എന്ന് തുടർന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണം. ഞാൻ 1-2 കാര്യങ്ങൾ അതിൻ്റെ ഇടയിൽ വിട്ടുപോയി. ഞാൻ സ്നാനം പെട്ടത് കോഴിക്കോട് AG-യിൽ വെച്ചാൽ പാസ്റ്റർ TC വർഗീസ് എന്ന് പറഞ്ഞതായ വ്യക്തിയാണ് എന്നെ അവിടുന്ന് സ്നാനപ്പെടുത്തിയത്. ഞങ്ങൾ ഏകദേശം ഒരു 150-150 കിലോമീറ്റർ ദൂരെയാണ് എൻ്റെ വീടും കോഴിക്കോടുമായിട്ട്. എങ്കിലും ദൈവം എത്രത്തോളം സഹായിച്ച ദൈവം, കൈവിടാത്ത ദൈവം, ഞാൻ നിന്നെ ഉപേക്ഷിക്കയില്ല എന്ന് പറഞ്ഞ ദൈവം അനുഗ്രഹമായി നടത്തുന്നു. അതിൻ്റെ ഇടയിലാണ് പിന്നീടാണ്
ഈ പഠനം കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷമാണ് വിവാഹം നടന്നത്. ഒരു മോനുണ്ട്. നഴ്സിങ്ങിനെ ഇപ്പോ ഒറ്റപ്പാലത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നു. പഠിക്കാൻ നല്ല മിടുക്കനാണ്, നല്ല മാർക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവിടെ അഡ്മിഷൻ കിട്ടിയത്. അതുപോലെ ഒരു പ്രൈവറ്റ് സ്കൂളിൽ എൻ്റെ വൈഫ് വർക്ക് ചെയ്യുന്നു. അപ്പൊ ഞങ്ങൾ സന്തോഷമായിട്ട് കർത്താവിൻ്റെ വേലയിൽ നമ്മൾ പോകുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന അങ്ങ് കോട്ടയായിരിക്കട്ടെ. പലപ്പോഴും പീഡനങ്ങൾ വരാറുണ്ട്, ഭീഷണികൾ വരാറുണ്ട്, ഓരോ ദിവസവും ചീത്ത പറഞ്ഞൊക്കെ വിളിക്കാറുണ്ട്. അതെല്ലാം തന്നെ ഒരു ഭാഗത്ത് തള്ളിക്കളഞ്ഞ് ഇതെല്ലാം ഇതിന്റെ പിന്നിലുണ്ടാകും. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവനാണ് രക്ഷിക്കപ്പെടുന്നത് എന്ന് തിരുവചനത്തിൽ വളരെ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് ഞങ്ങളെ ഓർത്ത്, ഞങ്ങളെ കുടുംബത്തെ ഓർത്ത്, പ്രത്യേകിച്ച് മിനിസ്ട്രിയെ ഓർത്ത് ഞങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത് തികച്ചും വിശ്വാസത്താലാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളെ പ്രാർത്ഥനയിൽ ഓർക്കണം എന്ന് പ്രത്യേകിച്ച് അപേക്ഷിക്കുകയാണ്. ഇപ്രകാരം ഒരു അവസരം ഒരുക്കി തന്ന പാസ്റ്റർ ദാനിയേൽ പാസ്റ്ററിനും അരോമ ടിവിക്കും പ്രത്യേകിച്ച് ദൈവനാമത്തിൽ നന്ദി പറയുകയാണ്. ദൈവം ധാരാളമായി അരോമ ടിവിയെയും പാസ്റ്റർ ദാനിയേൽ പാസ്റ്ററെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. ആകട്ടെ. കർത്താവിന്റെ ദാസനെ ഒന്ന് രണ്ട് കാര്യം കൂടി ഞാൻ ചോദിച്ചു കൊള്ളട്ടെ. ഇത്രയും ജീവിതാനുഭവത്തിലൂടെ കർത്താവായ യേശുവിനെ കണ്ടുമുട്ടുവാനിടയായി തീർന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഒത്തിരി സാഹചര്യങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തിയാണ്. അരോമ ടി വിയിലെ ശ്രോതാക്കളിൽ പല പ്രിയപ്പെട്ടവരും ദൈവദാസന്റെ ജീവിതത്തിൽ ഉണ്ടായ ആ ഒരു മാറ്റം അവരുടെ ജീവിതത്തിലും അവരും ആഗ്രഹിക്കുന്നുണ്ടാകാം. അവരോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു സന്ദേശം എന്താണ്? എങ്ങനെയാണ് അവർക്ക് ഈ യേശുവിനെ കണ്ടുമുട്ടുവാൻ വേണ്ടിയിട്ട് ദൈവദാസന്റെ ഒരു നിർദ്ദേശം, ഒരു ഗൈഡ് ലൈൻസ് ഒന്ന് പറഞ്ഞു കൊടുക്കാമോ? ഞാന് ഇപ്പം എൻ്റെ അനുഭവത്തിലൂടെ ഞാനത് പറയാം. ചെറുപ്പത്തില് ഞാൻ മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, അമ്മ മരിച്ചതിന് ശേഷം പീഡനങ്ങൾ ഏൽക്കാനൊക്കെ ഇടയായി തീർന്നു. വാസ്തവത്തിൽ ദൈവം ചെറുപ്പം മുതൽ തന്നെ എന്നെ ഒരുക്കുകയായിരുന്നു എന്ന് എനിക്കത് മനസ്സിലാക്കണം. തീർച്ചയായിട്ടും ആ പീഡനം വന്നിക്ക് ഏറ്റിട്ടില്ലെങ്കിൽ എന്ന് ഞാൻ ഈ വിശ്വാസത്തിൽ കാണാൻ വഴിയില്ല. അത്രമാത്രം പീഡനങ്ങളിലൂടെ ഞാൻ ചെറുപ്രായത്തില് 4 വയസ്സ് മുതലേ ഞാൻ പീഡനം ഏൽക്കാനായിട്ട് തുടങ്ങിയത്. അത്രമാത്രം പീഡനം ഏറ്റ് 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 എൻ്റെ ജീവിതത്തിൽ അത് പ്രായോഗികമായിട്ട് തീർന്നു. അപ്പൊ പീഡനം ഏറ്റ് കഴിഞ്ഞാൽ, അടി കിട്ടിയാൽ എത്രമാത്രം വേദന ഉണ്ടാവും, എത്രമാത്രം സഹിക്കുക എന്നൊക്കെ. അപ്പൊ അങ്ങനെ വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അന്ന് ആ അനുഭവിക്കേണ്ടതായി വന്ന ആ പീഡനങ്ങൾ, അത്രമാത്രം പീഡനങ്ങൾ പിന്നീട് ഉണ്ടായിട്ടില്ല എനിക്ക്. ക്രിസ്തീയ വിശ്വാസത്തിൽ വന്നതിന് ശേഷം എനിക്കുണ്ടായിട്ടില്ല. കാരണം തമ്പുരാൻ എന്നെ മുമ്പേ കണ്ടിരുന്നു. അതാണ് നമ്മളെ വിശുദ്ധ ബൈബിളിൽ വായിക്കുന്നത്, ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ നിങ്ങളെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. അപ്പോൾ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഒരുക്കിയാണ് തമ്പുരാൻ നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് അറിയാമോ, അതിലൂടെ വഴി നടത്തുന്നത്. ഞാൻ ആ പീഡനങ്ങളെ കുറിച്ചൊക്കെ ഇപ്പോ അന്ന് ഒരു തീരുമാനം രണ്ടാനമ്മയെ കുറിച്ചൊക്കെ എടുത്തെങ്കിലും പിന്നീട് ആ വ്യക്തമായ ആ ബോധ്യം ലഭിച്ചതിന് ശേഷം വാസ്തവത്തിൽ രണ്ടാനമ്മയോട് ഞാൻ ക്ഷമ ചോദിച്ച ഒരു അനുഭവങ്ങളൊക്കെ. അപ്പൊ അത് തമ്പുരാന്റെ വഴിയായിരുന്നു. തമ്പുരാൻ എന്നെ മുന്നമേ കണ്ടിരുന്നു. അത്ഭുതങ്ങളിലൂടെ അടയാളങ്ങളിലൂടെ പിന്നീടാണ് അത് നയിക്കപ്പെടുവാനൊക്കെ ഇടയായി തീർന്നുള്ള ആ ഉത്തമ ബോധ്യം ഉണ്ട് എനിക്ക്. അത് മാത്രമല്ല, അരോമ ടി വിയോട് പറയാനുള്ളത്, നമുക്ക് ഒരേ ഒരു വഴി മാത്രമേ, കർത്താവായ യേശുക്രിസ്തു യാതൊരു വ്യത്യാസവും, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടവരാണ്. പാപത്തിന്റെ ശമ്പളം മരണമാണ് എന്നാണ് വിശുദ്ധ ബൈബിള് നമ്മൾ പഠിപ്പിക്കുന്നത്. കാരണം സമരം ചെയ്യാറുണ്ട് ഓരോരുത്തരും. എനിക്ക് ശമ്പളം പോരാ, എനിക്ക് തരുന്ന കൂലി ഇപ്പൊ വളരെ കുറവാണ്, അല്പം കൂടെ കൂട്ടി തരണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പല ആൾക്കാർ സമരം ചെയ്യുന്നത്, നമുക്കറിയാമെന്നത്. പക്ഷെ പാപം ചെയ്ത വ്യക്തിക്ക് മാക്സിമം കർത്താവ് നൽകിയിരിക്കുന്നതെന്ന് പറഞ്ഞത് എന്താണ്? മരണം. മരണത്തെക്കുറിച്ചൊക്കെ 2-3 കാര്യങ്ങളെ നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്. ശാരീരിക മരണം, ആത്മീക മരണം, നിത്യമരണം എന്നൊക്കെ. അപ്പൊ ആ നിത്യമരണം പാപം ചെയ്ത വ്യക്തിക്ക് കൊടുത്തിരിക്കുകയാണ്. അതിൽ കൂടുതൽ ഇനി ഇല്ല. അപ്പൊ അതുകൊണ്ട്
നമ്മൾ ഓരോരുത്തരും കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ദൈവമായിരുന്നവൻ മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ച് നമ്മുടെ പാപം സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്ത് നമുക്കായി മരിച്ച് അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് അവൻ പോയിരിക്കുക. തന്നിൽ വിശ്വസിക്കുന്നവരെ ചേർക്കാൻ കർത്താവ് വീണ്ടും വരുമെന്നാണ് വിശുദ്ധ ബൈബിളിൽ നമ്മൾ പഠിക്കും. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവരുടെ കൂട്ടത്തില് നിങ്ങൾ കാണപ്പെടുമോ എന്ന് പരിശോധിക്കുവാൻ തമ്പുരാൻ നമുക്കിടയാകട്ടെ, കർത്താവ് നമുക്കിടയാകട്ടെ. ഒരു വ്യക്തി പോലും നശിച്ചു പോകാൻ നമ്മളെ കർത്താവ് ആഗ്രഹിക്കുന്നു. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. മറ്റൊരു അത്രമാത്രം സ്നേഹിച്ചു. അപ്പൊ എന്റെ അനുഭവം, കർത്താവ് എന്നെ എത്രമാത്രം സ്നേഹിച്ചു, എത്രമാത്രം കരുതി എന്ന് എനിക്ക് എൻ്റെ ജീവിതത്തിലൂടെ, വ്യക്തിപരമായ ജീവിതത്തിലൂടെ അത് പറയാനായിട്ട് കഴിയുന്നു. നിങ്ങൾക്കും അത് പറയാൻ കഴിയട്ടെ എന്നാണ് എനിക്ക് പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ടുള്ളത്. ദൈവം ധാരാളമായി ഈ അരോമ ടിവിയെയും ദാനിയേൽ പാസ്റ്ററെയും അനുഗ്രഹിക്കട്ടെ. അനേകർക്കൊരു വെളിച്ചമായി, പ്രകാശമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ സംശയങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരിട്ട് എന്നെ വിളിക്കാം, നിങ്ങളെ സംശയങ്ങൾ ദൂരീകരിക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ മുസ്ലിം സുഹൃത്തുക്കൾക്ക് നിങ്ങളൊരു പുസ്തകം അയച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എന്നെ നിങ്ങൾക്ക് ബന്ധപ്പെടാം. നമുക്ക് കാണിച്ചു തന്ന പല പുസ്തകങ്ങളും, ട്രാക്സ് ഉണ്ട്, ബുക്കുകളുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് അയച്ചു കൊടുക്കാൻ പറ്റും. നിങ്ങൾ തന്നെ അവർക്ക് ഒരു മാതായായിട്ട്, ഒരു സുവിശേഷകനായിട്ട് തീരുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങളെ ഓർത്ത് ഞങ്ങളും പ്രാർത്ഥിക്കാം. ആമേൻ, ആമേൻ. വളരെ വ്യക്തമാണ് കർത്താവിന്റെ ദാസൻ അലി ഫിലിപ്പ് അവറുകൾ. ഇന്നാണ് ശരിക്കും മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തിനാണ് അന്ന് ആ കഷ്ടം അനുഭവിച്ചതെന്നുള്ളത്. പല പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തിൽ നേരിടുന്നതായ കഷ്ടതയെ അല്ലെ ആ സാഹചര്യത്തെ നമ്മൾ വലുതായി കാണുന്നു. അവിടെ നമ്മൾ നിരാശപ്പെട്ട് ഒന്നുകിൽ ആത്മഹത്യക്കോ മദ്യത്തിനോ മയക്കുമരുന്നിനോ മറ്റേതെങ്കിലും അടിമയായി ജീവിതം അവസാനിപ്പിക്കുന്ന വലിയൊരു സമൂഹം നമ്മുടെ ചുറ്റുപാടുമുണ്ട്. എന്നാൽ അതിൽ നിന്ന് രക്ഷപ്പെടണമെന്നുള്ളതായ ഒരാഗ്രഹവും ആ വ്യക്തിയുടെ ഉള്ളിലുണ്ടെങ്കിലും അതിന് ആവശ്യമായ ഒരു വഴിത്തിരിവ് പലപ്പോഴും പലർക്കും തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നത് കൊണ്ട് ആ കഷ്ടതയുടെ റിസൾട്ട് അവർക്ക് കാണാൻ കഴിയുന്നില്ല. കർത്താവിന്റെ ദാസൻ അലി ഫിലിപ്പ് ചെറുപ്പത്തിൽ തന്നെ വേദനകൾ നിറഞ്ഞതായ നിന്ദയും പരിഹാസവും അപമാനവും ഒറ്റപ്പെടലും ജീവിതത്തിൽ ഒത്തിരി കഷ്ടപ്പാടുകളൊക്കെ അഭിമുഖീകരിക്കേണ്ടതായി വന്നു. പ്രത്യേകിച്ച് രണ്ടാനമ്മയുടേതായ പീഡനവും പിതാവിൻ്റെതായ മർദ്ദനവും ഒക്കെ ജീവിതത്തിൽ ഒത്തിരി ഒറ്റപ്പെടലുകളുടെ അനുഭവം ജീവിതത്തിൽ കടന്നു വന്നു. പക്ഷേ അവിടെ നിന്നൊക്കെ പുറത്തു വരുവാൻ വേണ്ടിയിട്ട് ഒത്തിരി ഓടേണ്ടി വന്നു. എന്നാൽ അതിൻ്റെ അവസാനം ഏറ്റവും ശ്രേഷ്ഠമായ, ഏറ്റവും ഉത്തമമായ ഒരു പാതയിലേക്ക് എത്തിച്ചേരുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുവേണ്ടി കഴിഞ്ഞ നാളുകൾ കടന്നുപോയതായ ആ ഒരു സാഹചര്യം ഒരുപക്ഷെങ്കിൽ നമ്മൾ ജനിച്ചു വളർന്ന സാഹചര്യത്തിലല്ല, അതിൽ നിന്നും വ്യത്യസ്തമായി കർത്താവ് നമ്മളെ കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളതായ ഒരു തിരിച്ചറിവാണ് നമ്മുടെ ജീവിതത്തിൽ വലുതായി തീരുന്നത്. അരോമ ടിവിയിലെ പ്രേക്ഷകരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, പ്രിയമുള്ളവരെ, ഈ പ്രിയ ദൈവദാസൻ ഇന്നായിരിക്കുന്ന ആ ഒരു നിലയിൽ താൻ വരുവാൻ വേണ്ടി ഒരുപാട് വില കൊടുക്കുവാനിടയായി തന്നു. ഒരുപക്ഷങ്ങൾ നിങ്ങൾ ചിന്തിച്ച ഞങ്ങൾക്കിത് സാധിക്കുമോ? തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കും, എല്ലാവർക്കും സാധിക്കും. യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഭൂമിയിലൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പറവീൻ. അവിടെ യാതൊരു വിധമായ മതമോ വ്യത്യാസമോ വിഭാഗീയതയോ ഒന്നും അവിടെ എടുത്തു പറയുന്നില്ല. മനുഷ്യനായി ജനിച്ച സകല വ്യക്തികളും അറിഞ്ഞിരിക്കേണ്ടുന്ന സദ്വർത്തമാനമാണ് ദൈവം ഈ ഭൂമിയിൽ കർത്താവായ യേശുക്രിസ്തുവിലൂടെ ചെയ്തെടുക്കുവാൻ തക്കോടെയായി തന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഓരോ വ്യക്തികൾ അതത് സന്ദർഭങ്ങളിൽ ഓരോരുത്തരുടെ ജീവിതത്തിൽ വരുന്നതായ ആ ഒരു വിളിയും തിരഞ്ഞെടുപ്പും തിരിച്ചറിഞ്ഞ് ദൈവമക്കളായി തീരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് സാധ്യമാണ്. നിങ്ങളുടെ ജീവിതത്തിലും ഈ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം കഴിയും, യാതൊരു സംശയവുമില്ല. ഒരുപക്ഷെങ്കിൽ നിങ്ങൾ ചോദിക്കുന്നുണ്ടാവാം,
ഇത് ഞങ്ങൾക്ക് എങ്ങനെ സാധിക്കും? കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങൾ വിശ്വസിക്കൂ. യേശുവിനെ സ്വന്തം രക്ഷിതാവ് കർത്താവുമായി നിങ്ങൾ അംഗീകരിക്കൂ. നിങ്ങൾ വിശുദ്ധ തിരുവെഴുത്തുകളെ, ബൈബിൾ വായിക്കുവാനും പഠിക്കുവാനും ധ്യാനിക്കുവാനും പ്രാർത്ഥിക്കുവാനും തുടങ്ങും. അത് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുവാൻ തക്കവണ്ണം കഴിയും. വൈദ്യശാസ്ത്രത്തിനോ ഇന്നത്തെ സയൻസിനോ ഒരു വ്യക്തിയുടെ ജീവിതത്തെ മാറ്റുവാൻ തക്കവണ്ണം കഴിയത്തില്ല. നമ്മുടെ സാഹചര്യങ്ങളെ ചിലപ്പോൾ ഒരു പക്ഷെങ്കിൽ മാറ്റുവാൻ തക്കവണ്ണം കഴിയും. നിങ്ങളുടെ ജീവിതത്തെ മാറ്റുവാൻ തക്കവണ്ണം കഴിവുള്ള ഒന്നുണ്ടെങ്കിൽ അത് നമ്മുടെ വിശ്വാസം മാത്രമാണ്. എന്ത് വിശ്വാസം? ലക്ഷ്യമില്ലാത്തൊരു വിശ്വാസമല്ല, ലക്ഷ്യമുള്ള ഒരു വിശ്വാസത്തിലേക്ക്, ഉറപ്പുള്ള ഒരു വിശ്വാസത്തിലേക്ക്, ജീവനുള്ള ദൈവത്തിലേക്ക് നിങ്ങൾ തിരിയുവാൻ തയ്യാറാവുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ആ മാറ്റം കാണുവാൻ തക്കവണ്ണം കഴിയും. ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങളെ രക്ഷിച്ച കർത്താവ് നിങ്ങളെ രക്ഷിക്കുവാൻ പര്യാപ്തനാണ്. ആകയാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കൂ. നിങ്ങളുടെ ഹൃദയം ദൈവസന്നിധിയിൽ ഒന്ന് പകരുവാൻ, നിങ്ങൾ ഒരു തുള്ളി കണ്ണുനീരൊഴുക്കുവാൻ, ഒരു നിമിഷം പ്രാർത്ഥിക്കുവാൻ തയ്യാറാകും. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങളായിരിക്കുന്ന പശ്ചാത്തലം എന്തു തന്നെ ആയിരുന്നു കൊള്ളട്ടെ, യേശു നിങ്ങളെ സ്നേഹിക്കുന്നുള്ളതായ സത്യം നിങ്ങൾ തിരിച്ചറിയുവാൻ തയ്യാറാകുമെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ രോഗക്കിടക്കയിൽ, നിങ്ങളുടെ പ്രശ്നത്തിൽ, നിങ്ങൾ അഭിമുഖീകരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങളുടെ അടുക്കിലേക്ക് ഇറങ്ങി വരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. കർത്താവിൻ ദാസൻ അലി ഫിലിപ്പ് താൻ ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജിൽ കോഴിക്കോട്ട് അഡ്മിറ്റ് ആയിരിക്കുമ്പോൾ വൈദ്യശാസ്ത്രം ചില ദിവസങ്ങൾ മാത്രമേ ഇനി ജീവിക്കുകയുള്ളൂ എന്ന് വിധി എഴുതിയ സ്ഥാനത്ത് അവിടെ കണ്ണുനീരോട് പ്രാർത്ഥിക്കുവാൻ തയ്യാറായപ്പോൾ യേശുവിൻ്റെ കരം പിടിച്ചെഴുന്നേൽപ്പിക്കുവാൻ, തുള്ളിച്ചാടി സന്തോഷിച്ച് ആ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ഡിസ്ചാർജ് ചെയ്ത് അവിടെ നിന്ന് പുറത്തേക്ക് വരുവാൻ തക്കവിടെയായി തോന്നി. വീട്ടുകാരും കൂട്ടുകാരും നാട്ടുകാരും പള്ളിക്കാരും ഒക്കെ ഉപേക്ഷിച്ചപ്പോൾ കൈവിടാത്ത ഒരു കർത്താവിനെ പിൻപറ്റുവാനിടയായി തോന്നി. അതെ, ആ യേശു നിങ്ങളെയും വിളിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നാം ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ ദാസൻ അലി ഫിലിപ്പ് അവറുകൾ അരോമ ടിവിയിലെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും. പ്രാർത്ഥിക്കും. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളെ സ്വർഗസ്ഥ പിതാവേ, ഇത്രത്തോളം ഞങ്ങളെ വഴി നടത്തിയ ദൈവം, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, നിന്റെ ഹൃദയം കലങ്ങിപ്പോകരുത് എന്ന് പറഞ്ഞ് നടത്തിയ കർത്താവ്, തൊട്ട് സൗഖ്യപ്പെടുത്തിയ കർത്താവ്, ഇന്ന് പകല് അരോമ ടിവിയിലുള്ളതായ ഓരോ മക്കൾക്ക് വേണ്ടി ഇതെങ്ങനെ അസാധ്യമായി തീരും, സാധ്യമായി തീരുമെന്ന് ഓർത്ത് ഭാരപ്പെടുന്നവർ, എങ്ങനെ മുമ്പോട്ട് പോകും എന്ന് ചിന്തിക്കുന്നവര്, കർത്താവെ അവർക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവ് അവരോട് കരുണ ചെയ്യണമേ, അവരോട് ദയുണ്ടാകണമേ. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന് പറഞ്ഞ കർത്താവ്, വിശ്വസിച്ചാൽ നടക്കാത്ത കാര്യങ്ങളില്ല. കർത്താവ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. അതിൽ ജീവിക്കുന്ന ദൈവം ഇന്നും ജീവിക്കുന്നു. കർത്താവിന്റെ കരങ്ങളിലേക്ക് നിന്റെ ഓരോ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കും. കടഭാരങ്ങൾ കൊണ്ട് ഭാരപ്പെടുന്നവരുണ്ട്, മക്കളെ ഓർത്ത് കരയുന്നവരുണ്ട്, വീടില്ലാതെ, സ്വന്തമായി ഭവനമില്ലാതെ വാടകയ്ക്കൊക്കെ താമസിച്ച് കഷ്ടപ്പെടുന്നവര്, വാടക കൊടുക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്നവരുണ്ട്, പലവിധമായ കഷ്ടങ്ങളിലും ദുഃഖങ്ങളിലും വേദനയിലകപ്പെടുന്നവരുണ്ട്. അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കണം. കർത്താവായ ദൈവമേ, അവരെ നിന്റെ കരങ്ങളില് ഇന്ന് പകല് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവരോട് കരുണ ചെയ്യണമേ, അവരോട് ദയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരോട് മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവാണ് എൻ്റെ പാപത്തിന്റെ പരിഹാരത്തിനായി കാൽവറി ക്രൂസിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് വിശ്വസിക്കുവാൻ ദൈവാത്മാവിന്റെ വലിയ പ്രവർത്തനം, പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധ്യപ്പെടുത്തുന്ന ആത്മാവ് അവരോട് വ്യക്തമായി സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ഇതിന് നേതൃത്വം കൊടുക്കുന്നതായ ദാനിയേൽ പാസ്റ്റർക്കായി, അരോമ ടിവിയിലെ ഓരോ അംഗങ്ങൾക്കായും പ്രാർത്ഥിക്കും. കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കും. ഞങ്ങൾ പ്രാർത്ഥന കേട്ടതിനായി പ്രത്യേകിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് സ്തുതിക്കുന്നു. ക്രിസ്തു യേശുവിന്റെ വിലയേറിയതായ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. താങ്ക് യു കർത്താൻദാസൻ പാസ്റ്റർ അലി ഫിലിപ്പ് അവറുകൾ ഇത്രത്തോളം സമയം അരോമ ടിവിയിലെ പ്രേക്ഷകരോടൊപ്പം വിലപ്പെട്ട സമയം ചെലവഴിച്ച് അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവങ്ങൾ പങ്കുവച്ചതിന് കർത്താൻദാസുള്ളതായ നന്ദി അറിയിക്കുന്നു. കർത്താവ് ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ.
ആമേൻ. അപ്പോൾ തന്നെ അരോമ ടിവിയിലെ ഓരോ താങ്ക് യു. ശ്രോതാക്കളും ഉള്ളതായ നന്ദി അറിയിക്കുന്നു. നിങ്ങൾ ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരുന്നതിന് വളരെ നന്ദി. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തന്നെ ഈ സാക്ഷ്യം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നുവെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും കേൾക്കട്ടെ, അവരും കാണട്ടെ, അനുഗ്രഹിക്കപ്പെട്ട്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുവാൻ മടിക്കേണ്ട. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെടുക. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവമായി വീണ്ടും കാണുവരെ എല്ലാവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.